ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് അവയർനെസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. സാർ എനിക്ക് 4 ബ്രേക്കപ്പായി, എൻ്റെ വീട്ടിലെ ബെഡ്റൂമിൻ്റെ പ്രശ്നമായിരിക്കുമോ എന്ന്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനൊരു ഫിയർ ഫാക്ടറാണ് ശരിക്കും. ഫിയർ ഫാക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ എന്നുള്ള സാറിനെയാണ് നമ്മൾ ഇന്ന് ടോക്കിൽ നമ്മുടെ ഓഫീസിൽ വന്നിരിക്കുന്നത്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാർ ഒരു ഗ്രാജുവേറ്റ് സിവിൽ എഞ്ചിനീയർ ആണ്, ഒരു വാസ്തു കൺസൾട്ടന്റും കൂടെയാണ്, ഏറ്റവും ഉപരി എൻ്റെ അയൽവാസിയും കൂടെയാണ്. അപ്പൊ നമ്മളൊക്കെ കരിയർ തുടങ്ങുന്ന സമയത്ത് ഈ ഫാദറൊക്കെ പറയും, അപ്പുറത്തെ ഉണ്ണികൃഷ്ണൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, അപ്പൊ നിങ്ങളും അതുപോലെയൊക്കെ ആവണം എന്ന് പറയുമ്പോൾ ഈ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ കമ്പയർ ചെയ്യുന്ന ആളാണ് ഇന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഞാൻ നോക്കും. അതിലെനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വാസ്തുവിനെ പറ്റി ഓതന്റിക് ആയിട്ട് പഠിച്ചു പറയുന്ന ഒരാളാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ വാസ്തു ദുരുപയോഗം ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ. ബേസിക്കലി വാസ്തു വേണമെന്ന് ചോദിച്ചാൽ വേണം, അത് ആവശ്യം തന്നെയാണ്. പക്ഷെ അത് സയന്റിഫിക് ആയിട്ട് ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റീസെന്റ് നമ്മുടെ ഒരു പ്രോജക്റ്റിൽ സാറ് വന്നിരുന്നു. സാറ് കറക്റ്റായിട്ടൊരു പ്രൊഡിക്ഷൻ കറക്റ്റ് ആ സ്ഥലം നോക്കി പറഞ്ഞു. അതിനെപ്പറ്റി യാതൊരു വെയർബോട്ട്സും അറിയാതെയാണ് സാർ അത് പറഞ്ഞത്. ഞാനപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ അതുപോലെ കറക്റ്റ് സാറ് പറഞ്ഞു 2 വർഷം കൂടുതലാകും, ഇപ്പോഴും അത് തുടങ്ങാൻ ഡിലേ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മളൊരു ടോക്ക് വിളിക്കണം എന്ന് കുറേ ദിവസമായിട്ട് വിളിക്കുന്നു. അങ്ങനെ അവസാനം സാറ് നമ്മുടെ അടുത്ത് വന്നു. അപ്പൊ ഇനി സാറിൽ നിന്ന് തന്നെ കേൾക്കാം എന്താണ് ഉണ്ണികൃഷ്ണൻ സാറ് എങ്ങനെയാണ് ഈ വാസ്തുവിലോട്ട് വന്നതും സാറിന്റെ ബേസിക്കലി ഓഡിയൻസിനോട് പറയാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കേൾക്കാം. സോ ഓവർ ടു യു ഉണ്ണികൃഷ്ണൻ സാർ. താങ്ക് യു ജാക്ക്. ഈ ജാക്ക് പറഞ്ഞതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് വളരെ പാഷനേറ്റ് ആയിട്ട് എടുത്ത ഒരാളാണ് ഞാൻ. അപ്പം അതിനകത്ത് എനിക്കൊരു ബേസ് എന്ന് പറയുന്നത് അച്ഛൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തിരുന്ന സിവിൽ എടുക്കാനാണ്. അച്ഛൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ സിവിൽ എഞ്ചിനീയർ ആവണമെന്നൊരു ആഗ്രഹം പണ്ട്. അദ്ദേഹം സിവിൽ അന്ന് അക്കാലത്ത് എഞ്ചിനീയറിംഗ് ഭയങ്കര കോമൺ ആയിട്ട് 2 വർഷം കോമൺ ഒക്കെ ആയതുകൊണ്ട് സിവിലിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വീടുകളും. അപ്പൊ അദ്ദേഹം വളരെ ഒരു ഗുരുവിൽ നിന്ന് വാസ്തു പഠിക്കുകയുണ്ടായി. 1972 നടക്കുന്ന സംഭവമാണ്. അന്നൊന്നും വാസ്തു എന്തെന്ന് പോലും ആർക്കറിയില്ല. എന്നുവെച്ചാൽ ഈ ചില മുത്താശ്ശേരിമാർ അവിടെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ചില കൊളോക്കിയൽ റൂൾസ് അല്ലെങ്കിൽ ചില പദ്യശകലങ്ങളിലുള്ള ബുക്കുകൾ കൊണ്ട് അവർ നടക്കും. അവർ പ്രാക്ടീസ് ചെയ്യുന്നതിന് സ്ഥാനം കാണാൻ കണക്കൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണ് വാസ്തുവിനെ സമീപിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സയന്റിഫിക് ബേസിസ് അച്ഛൻ എനിക്ക് അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പറഞ്ഞു തന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു ബേസ് കാര്യം അച്ഛൻ്റെ ഒരു വളരെ അപൂർവമായിട്ടൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. എനിക്കിപ്പോ കൈമാറി. അതിനകത്ത് കുറെ പ്രിൻസിപ്പിൾസ്. പറയുന്ന മോഡേൺ ബുക്കാണോ അതോ പഴയ ബുക്ക്? അതൊന്നും ഇപ്പൊ കിട്ടില്ല. പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലോങ് ബാക്ക് ആണ്. അപ്പൊ അങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് അച്ഛൻ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഞാൻ അച്ഛനെ ചോദിക്കും എന്താണ് ഈ വാസ്തുവിദ്യ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഇതാണ് സംഭവം. അന്ന് തുടക്കത്തിലൊന്നും നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ പിന്നെ ഇതിന്റെ ഒരു യാഥാർത്ഥ്യങ്ങൾ എന്താണ്, ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്, ഇതൊരു ആർക്കിടെക്ചറൽ സിസ്റ്റം ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നതിനോട് എന്താണ് കാര്യം? താങ്കൾ ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് എന്തായാലും ഒരു അപ്ലൈഡ് സയൻസ് ചെയ്യുന്ന ആളാണ് എഞ്ചിനീയർ, ഞാനും ഒരു എഞ്ചിനീയറാണ്. അപ്പൊ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് എംപെറിക്കലി കോഡ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. പക്ഷെ വാസ്തുവിന് ആ അർത്ഥത്തിലല്ല ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ട്രീറ്റീസ് നമ്മൾ പറയില്ലേ, ആധികാരികമായ അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ട്രീറ്റീസ് ആണ്. ശരിക്കും പറഞ്ഞാൽ സയൻസ് എന്ന രീതിയിലല്ല, ഒരു ട്രീറ്റീസ്. അപ്പൊ അത് വർഷങ്ങളായിട്ട് നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആർക്കിടെക്ചറൽ നോളജിന്റെ ഒരു സംക്ഷിപ്ത രൂപം പല രീതിയിൽ പലപ്പോഴും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അതിനൊരു പലരും ഇതിനൊരു ശാസ്ത്രീയ വശം കണ്ടുപിടിച്ചിട്ട് അതിനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്താറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ തല വെച്ച് കിടക്കേണ്ടത് തെക്കോട്ടാണെന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫ്ലോ, അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണെന്നുള്ള ഒരു ബയോമാഗ്നറ്റിസമാണ്. അതിനൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സയൻസ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്. നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ ഈ ആർക്കിടെക്ചറൽ ഫിസിക്സ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, തെർമോഡൈനാമിക്സ്, എങ്ങനെയാണ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഹൈ ലെവലിൽ അപ്ലൈ ചെയ്തു. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ, ഈ ക്ഷേത്രത്തില് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അറിയാലോ, 218 ഫീറ്റ് ഹൈറ്റ് ഉള്ള ഒരു ഗോപുരമാണ്. അപ്പൊ അതിന് 1,00,000 ടണ്ണാണ് അതിന്റെ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ബിൽഡിംഗ്. മനസ്സിലായി. ഇത്
ഭൂമിയുടെ താഴേക്ക് കൊടുത്ത ഫൗണ്ടേഷൻ വളരെ ഷാലോ ഫൗണ്ടേഷനാണ് അവിടെ, ഡീപ്പ് ഫൗണ്ടേഷൻ അല്ല. നമുക്കറിയാലോ ജാക്കിനറിയാലും നമ്മൾ പൈലിംഗ് ഒക്കെ ഇപ്പൊ ചെയ്യുന്ന സ്ഥാനത്ത് അന്ന് ഷാലോ ഫൗണ്ടേഷൻ വളരെ സ്പ്രെഡ് ഫുട്ടി ആയതായിട്ട് സാൻഡ് ബോക്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനാണ്. അത് തന്നെയാണ് വാസ്തു. നമ്മൾ ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് ആണ് ശരിക്കും വാസ്തു. ഇനി ഇത് എവിടെയാണ് ഇത് ബിലീഫ് സിസ്റ്റമായിട്ട് കണക്ട് ആവുന്ന വെച്ചാൽ ഇതിൽ അസ്ട്രോളജിയുടെ ഒരു ഇമ്പാക്ട് കടന്നു വന്നു. അത് നമ്മളുടെ എല്ലാ ഭാരതീയ ശാസ്ത്രത്തിലും സ്പിരിച്വാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. കാര്യം നമ്മളെപ്പോഴും ഇപ്പം നമ്മളൊരു കംഫർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിരിക്കുകയാണെന്ന് വെച്ചോ, ഈ കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി അനുഭവിക്കുന്ന പോലെ തന്നെ മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി അത് നമ്മൾ കൺസീവ് ചെയ്യുന്ന ഒരു തലമുണ്ട്. അതിലേക്ക് ഒരു അന്വേഷണം വരും. ഈ സ്പിരിച്വാലിറ്റിയാണ് ഇതിന്, ഈ ആർക്കിടെക്ചറിലേക്ക് സ്പിരിച്വാലിറ്റി കടന്നു വന്നപ്പോൾ അതിൽ ദൈവികത കടന്നു വരികയും അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ദൈവികമായ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങളോട് ഇതിനകത്തോട്ട് വന്നു. അപ്പൊ അതിനെ തന്ത്രവാസ്തു എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത് ഇപ്പൊ ഒരു സ്പേസിനെ എത്രമാത്രം സ്പിരിച്വലി എനർജൈസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതെല്ലാം ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനൊരു ഫിയർ ഫാക്ടറാണ് ശരിക്കും. ഫിയർ ഫാക്ടർ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമ്മുടെ ഈ ചില, എനിക്ക് തോന്നുന്നു അത് ദുഷ്ടലാക്കോട് കൂടി പലരും ചെയ്തതാവാം. ഇനി അത് നമുക്ക് ആരെയും ഞാൻ വിമർശിക്കുന്നതല്ല. പൊതുവെ പിന്നെ ഒരു പ്രോബ്ലത്തിൽ ഒരാൾ പെടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അയാൾ അതിനകത്ത് എല്ലാം വാസ്തുവിൽ കൊണ്ട് വയ്ക്കാനുള്ള ശ്രമം. അതായത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ, വീട് പണി തീരുന്ന സമയത്ത് ആയിരിക്കും പൊതുവെ ഈ സോ കോൾഡ് വാസ്തു ആൾക്കാർ വരുന്നത്. അപ്പോ നമ്മള് പലപ്പോഴും ബഡ്ജറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടാറില്ല. അപ്പൊ അവര് ചോദിക്കും അതെന്തിനാണ്, നമുക്ക് അത് ചെയ്യാം, ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടെന്നാണ് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഉള്ളതിന്റെ ഇരട്ടി ആയിരിക്കും ഒരു പണിയുന്നത്. അപ്പൊ അത് വാസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ മിസ്മാനേജ്മെന്റും വാസ്തുവായിട്ട് യാതൊരു ഫിനാൻഷ്യൽ ആസ്പെക്ട് മിസ്മാനേജ്മെന്റ് ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ ഈ വാസ്തുവിന്റെ ഫിയർ ഫാക്ടർ കൊണ്ടുവന്നിട്ട് അവിടെ ഞാൻ അതിനോട് എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്തടത്ത് പോയിട്ട് വാസ്തു പറയേണ്ട ആവശ്യമില്ല. ചില ആളുകളുണ്ട് എവിടെ ചെന്നാലും ഇപ്പം എൻ്റെ അടുത്ത് എന്നെ ചില പാല് കാച്ചിന് വിളിക്കും. ഞാൻ ചെയ്ത വീടായിരിക്കില്ല, ഞാൻ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ വിളിക്കുമ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും പറയും ഇവിടുത്തെ വാസ്തു കൂടെ ഒന്ന് നോക്കി. ഞാൻ നോക്കില്ല, നോക്കേണ്ട ആവശ്യം എനിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് അതിനകത്തുള്ള പല നെഗറ്റീവ്സ് ആയിരിക്കും. ഞാൻ അവരെ പറഞ്ഞത് ഇമോഷണലി എന്തിനാണ് വെറുതെ നമ്മൾ അതിനകത്ത്, ഞാൻ അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് വാസ്തു നോക്കാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് നോക്കിയാണ്. ഇനി ഈ ഒരു സമയത്ത് നിങ്ങളത് അറിയില്ല അല്ലേ, എന്നാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തിനാ നിങ്ങൾ കുഴപ്പം അറിയുന്നത്, നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്, നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ കുറേ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ വാസ്തുവിനെ പോകുന്ന വഴിക്ക് നോക്കി പോവുക, ഒരു വാസ്തു നോക്കാൻ പോകണമെങ്കിൽ അതിനായിട്ട് നമ്മൾ ഇന്റൻഷനലി ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണ്, അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു എഫക്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊരു നമ്മളുടേതായ ഒരു ലിമിറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം പ്രത്യേകിച്ച് ഇതൊരു സ്കാറ്റേർഡ് നോളജാണ്. ഇത് പല പുസ്തകങ്ങളിൽ പല രീതികളിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പല സിസ്റ്റമുണ്ട്. എല്ലാ സിസ്റ്റവും നമ്മൾ മനസ്സിലാക്കിയാലേ ഇതിൽ ഏതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പാലിക്കുന്ന ചില നിയമങ്ങൾ ഇവിടെ നമുക്കില്ല. ഉദാഹരണത്തിന് കിച്ചൺ സൗത്ത് ഈസ്റ്റിലാണ് നമ്മൾ ഇപ്പം ജനറലി അഗ്നികോണിലേക്കാണ്, ഞാനും ഇപ്പം അങ്ങനെയാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ കേരളത്തിൽ മാത്രം നോർത്ത് ഈസ്റ്റിലുണ്ട്. കേരളത്തിൽ മനുഷ്യനിലെ ചന്ദ്രിക എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ മാത്രം പ്രതിപാദിച്ചിട്ടുകൊണ്ട് മാത്രമാണ് നോർത്ത് ഈസ്റ്റിൽ അത് വന്നിരിക്കുന്നത്. അത് നമ്മുടെ മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കിണറിന്റെ സ്ഥാനം നിശ്ചയിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് കിണറും കിച്ചണും തമ്മിൽ അടുത്ത് പ്രോക്സിമിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ പഴയ സയൻസ് ആണ് ആക്ച്വലി വാസ്തു എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ആ പഴയ സയൻസിനകത്ത് പലതും കയറി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനെ കൃത്യമായി വിവേചനപരമായിട്ട് നമ്മൾ എടുക്കും. പക്ഷെ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആർക്കിടെക്ട് സംബന്ധിച്ചോളം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ ദിവ്യമായിട്ടുള്ള ഒരു സ്പേഷ്യൽ കോൺസെപ്റ്റുകളെ നമ്മൾ എടുക്കുക. അല്ലാതെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇത് പക്കയാക്കുക. പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വാസ്തു നിർദ്ദേശിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ അറിയാലോ. ലോഡ് ഡിസ്ട്രിബ്യൂഷന് ഏറ്റവും നല്ലത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഈ രണ്ട് ഷേപ്പുകളാണ് നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പൊ പുതിയ ആർക്കിടെക്ചറിൽ ഇത്രയും വേരിയേഷൻസ് വരുമ്പോൾ നമ്മൾ എല്ലാം സ്ക്വയർ വേണമെന്ന് അനുശാസിക്കാൻ പറ്റില്ല. നമ്മുടെ എസ്തെറ്റിക് സെൻസ് തന്നെ മാറി. പ്രത്യേകിച്ച് ഇപ്പൊ എ പോലുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും നമുക്ക് ഷേപ്പുകൾ പല കോമ്പിനേഷനിൽ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈവൻ സിസ്റ്റത്തിന് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കാണാൻ ഭംഗിയുള്ള വാസ്തുവിൽ ഇപ്പൊ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് രമ്യം, ഭോഗോദയം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രമ്യം എന്ന് പറഞ്ഞാൽ കാണാനുള്ള ബ്യൂട്ടി, ഭോഗോദയം എന്ന് പറഞ്ഞാൽ ഫങ്ഷനാലിറ്റി. ഇത് രണ്ടുമാണ് വാസ്തു നിർദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്താണ് 3ാമത്തെ കാര്യത്തിലാണ് ഇതിൻ്റെ അകത്തുള്ള എനർജിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ ആദ്യത്തെ 2 പോയിന്റ് രമ്യം ഭോഗോദയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ രമ്യത കൂട്ടണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പഴയ സൗന്ദര്യ സങ്കല്പം അല്ല നമുക്ക്. ഉദാഹരണത്തിന് പണ്ട് നമ്മൾ കാണുമ്പോൾ ഈ കൂരയുള്ള വീട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. ഇപ്പൊ അതൊരു ഭംഗി. ഇപ്പൊ എല്ലാവരും കണ്ടംപററി ഇപ്പൊ കണ്ടംപററി മാറി തിരിച്ച് കൂരയിലേക്ക് വരുന്നുണ്ട്. അത് ട്രെൻഡാണ് ഇപ്പൊ എല്ലാം ഓടിലോട്ട് വരുന്നുണ്ട്. അതെ, കാര്യം മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ചിട്ടും അതുപോലെ ഇപ്പം UPVC വിൻഡോസ്, അല്ലാതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന UPVC വിൻഡോസ് പോലുള്ള ഈ സംഭവങ്ങൾ വാസ്തുവിലില്ലല്ലോ. കാര്യം ആ കാലത്ത് ഈ സാധനം ഇല്ല. അപ്പോൾ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഫ്ലാറ്റിൽ വാസ്തു എന്ന് പറഞ്ഞ് ആൾക്കാർ ചോദിക്കുന്നത്, അപ്പൊ അത് എന്താണ്? ഒരാള് എന്നോട് ചോദിച്ചു, ഇപ്പൊ പണ്ട് ഫ്ലാറ്റ് ഇല്ലായിരുന്നല്ലോ, അപ്പൊ പിന്നെ വാസ്തു എങ്ങനെയാണ് ഫ്ലാറ്റ് ചെയ്യുന്ന ഒരു വാസ്തു നോക്കുന്നു എന്ന് പറയുന്നത്? അതിന്റെ ഒരു ലോജിക് എന്താ? അതിന്റെ ലോജിക്ക് ഇപ്പോൾ ശരിക്കും ഇപ്പോൾ റീസെന്റ് ഞാൻ സർവേ വായിച്ചെന്ന് പറഞ്ഞാൽ 93% ഓഫ് ദി ബയേഴ്സ് വാസ്തുവിന് പറയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ഒരു സർവേ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാവരും കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അതിനകത്ത് ഞാൻ നോക്കില്ല, ഒരു ഈ റിബലിസ്റ്റിക് മൈൻഡുള്ള ചില ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനെ കാര്യം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കാര്യം എനിക്കൊന്ന് 2000 മുതലാണ് ഈ ട്രെൻഡ് വന്നത്. 2000 വരെ ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇതിന്റെ പുസ്തകങ്ങളൊക്കെ അക്യൂർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അന്നത്തെ അവൈലബിൾ സാധനങ്ങൾ ലിറ്ററേച്ചറിലും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. കാര്യം വെച്ചാൽ ഇതിനകത്തേക്ക് ആളുകൾ അങ്ങ് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ എൻ്റെ പേഴ്സണലി എൻ്റെ അനുഭവത്തിൽ ഞാൻ പല ക്ലയൻസിനും വാസ്തുപ്രകാരം ചെയ്ത വീടുകൾ, ഇപ്പം ഞാനിപ്പോൾ 25 വർഷമായി, എൻ്റെ സിൽവർ ജൂബിലി ഇയറാണ്. അപ്പൊ അതിനകത്ത് ഞാൻ 25 വർഷം മുമ്പ് ചെയ്ത വീടിൽ അവിടെ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും കണക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് അവരുടെ ലൈഫിലുണ്ടായ പ്രോഗ്രസ് അപ്പൊ അതാണ് ഞാൻ ഈ വാസ്തുവിനെ അഡ്വക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതിന് കാരണം. നമുക്കറിയാം ഒരു മാതൃകാപരമായ ഒരു ജീവിതത്തിൽ ഈ ഒരു മാതൃകയിൽ അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്ക് തിരിച്ചുള്ളത്. ഇപ്പം കന്നിമൂല തുറന്നു നടക്കാൻ പാടില്ല, കടം വരും, സത്യമാണ്. എനിക്ക് 4-6 കേസ് സ്റ്റഡി എൻ്റെ ഉണ്ട്. ഇത്തരം കേസ് സ്റ്റഡികൾ ഇത് അനുഭവത്തിന്റെ ശാസ്ത്രമാണ്. നമുക്ക് ഒരിക്കലും ഇതിനെ പ്രൂവ് ചെയ്ത് സയന്റിഫിക്കായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്യുന്നു. ഇപ്പൊ വിദേശ നാടുകളിൽ, ഫോർ എക്സാമ്പിൾ കാനഡ, അമേരിക്ക, അവിടെ ഉള്ളവരൊക്കെ പറയുന്നു ഇപ്പൊ എന്റെ ബ്രദർ ജപ്പാനിൽ വീട് വയ്ക്കുന്നുണ്ട്, ഇവര് അവിടെ ഒന്നും വാസ്തു നോക്കുന്നില്ല എന്ന് പറയുന്നു. സോ അത് എങ്ങനെയാണ് കാര്യം? നമ്മളെപ്പോഴും മോഡലായിട്ട് എടുക്കുന്നത് വികസിത രാജ്യങ്ങൾ, നമ്മൾ ഇന്ത്യ ഇപ്പൊ വികസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിനോട് എത്താറായി. അപ്പൊ അതിൽ ഈ കണ്ടസ്റ്റ് എങ്ങനെയാണ്? അതിനകത്ത് ഓരോ ദേശത്തിനും അതിൻ്റെതായിട്ടൊരു വാസ്തുശാസ്ത്രം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ തന്നെ ചൈനീസ് ഫെങ്ഷുയി എന്ന് പറയുന്ന ചൈനയുടെ, ഇപ്പൊ ജപ്പാനിൽ അതെ, അനിയന്റെ ഇത് ഞാൻ കണ്ടായിരുന്നു. അവിടെ അവരുടെ ഒരു ദിവസത്തെ നീളുന്ന ചടങ്ങാണ്. നമ്മുടെ ചടങ്ങ് വളരെ 10 മിനിറ്റേ ഉള്ളൂ. അതാണ്. അപ്പൊ അതിന് ഓരോ ദേശത്തും ഉണ്ട്. അപ്പൊ നമ്മൾ അത് പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നതിന് ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഡിഫറെന്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ക്ലയൻസ് ആൾ ഓവർ ദ വേൾഡ് എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ന്യൂസിലാൻഡിൽ ഇപ്പൊ നിങ്ങൾ സൂര്യനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇവിടെ നിൽക്കുന്നതാണ്, അടുത്ത ദിവസം അപ്പുറത്ത് നിൽക്കുന്നതാണ്. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യങ്ങളുണ്ട്. അവരൊക്കെ രാത്രിയായിരിക്കും. ഇതിന്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് സണ്ണാണ്. സോളാർ എനർജി. ഇപ്പൊ സൗത്ത് ഈസ്റ്റിൽ എന്തുകൊണ്ട് കിച്ചൺ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സൂര്യൻ കിഴക്കൊതിച്ചിട്ട് സൗത്തിലേക്ക് നീങ്ങുന്നു. ആ സമയത്ത് നമുക്ക് പകലത്തെ വൈറ്റമിൻ ഡി കിട്ടുന്ന സൂര്യപ്രകാശം വരിക, ഒന്നാമത്തെ പോയിന്റ്. വീട്ടിലേക്ക് ഫ്രണ്ടിൽ വരും. രണ്ടാമത് കിച്ചണിലേക്ക് വരുമ്പോൾ ഈ നമ്മൾ ഈ പറയില്ലേ ജെർമിസൈഡൽ സൂര്യപ്രകാശം കൊണ്ട് ഇതിനെ സാനിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. പഴയ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചറിയാം, ഒരു ഈ കിച്ചണിൽ ഒരു വലിയ വെന്റിലേഷൻ ഓപ്പൺ ആയിരിക്കും, ഗ്ലാസ് പോലും ഉണ്ടാവില്ല, ഓപ്പൺ ആണ്. അതിങ്ങനെ അഴികൾ പോലെ ഇട്ടിരിക്കും. ഞാൻ എനിക്ക് അപ്പൂപ്പൻ്റെ ഒക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ രാവിലെ ഇങ്ങനെ ചായ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നേരെ സൂര്യപ്രകാശം ചായയിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ UV റേസ് ഇതിനെ ഫിൽറ്റർ ചെയ്യും എന്നുള്ളൊരു അന്നത്തെ ഒരു ടെക്നോളജിയാണ്. ഇന്ന് നമുക്ക് ഫാദർ എപ്പോഴും ഈസ്റ്റ് ഫേസിംഗ് ഡോർ തുറന്ന് അവിടെ ഇരുന്ന് പത്രം വായിച്ചാലേ ഫാദറിന്റെ ദിവസം തുടങ്ങുള്ളൂ. അത് പുള്ളിക്കാരൻ പറയുന്നത് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല എന്ത് തരത്തിലുള്ള ക്രിയേറ്റീവ് ആക്ടിവിറ്റിയും നമ്മൾ ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്തിനെ ഫേസ് ചെയ്തിരിക്കും. നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ തന്നെ അത് ഉണ്ടെന്നുള്ളതാണ്. ഇതൊരു കോസ്മിക് ഓർഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതാണ് വാസ്തുവിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ ഒരിക്കലും ഇപ്പം ഞാൻ ചോദിക്കില്ല, ഇപ്പൊ ഒരു പാറ്റേണിൽ നമുക്ക് വീട് ചെയ്യാം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മറ്റ് പാറ്റേണിൽ ചെയ്യുന്നതൊക്കെ റോങ് ആണ്. ഇങ്ങനെയാണ് പല സോക്കോൾഡ് വാസ്തു വിദഗ്ധരും പറയുന്നത്. അതാണ്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം എല്ലാവർക്കും അവരുടേതായ ഫ്രീഡത്തിൽ വീട് ചെയ്യാൻ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് വാസ്തു വേണമെങ്കിൽ നിങ്ങൾ ഈ പാറ്റേൺ സ്വീകരിച്ച് നോക്കൂ. ഇതൊരു മാജിക്കോ സെറ്റ് ഓഫ് റൂൾസോ അല്ല, ഇറ്റ് ഇസ് ഗൈഡ് ലൈൻ. ഈ ഗൈഡ് ലൈൻ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടും. ഇപ്പൊ ആ ഗൈഡ് ലൈനിനെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചിലത്തൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ചെന്ന് പെടുന്ന 16ാമത്തെ വാസ്തു കൺസൾട്ടന്റ് ആയിട്ടൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ
ആൾക്കാരെ അത് ഈ സൈക്കോളജിക്കൽ സംഭവമാണ്. എല്ലാരും വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പലരും ചെയ്യുന്നത്. ഒരാൾ സെക്കൻഡ് ഒപ്പീനിയൻ സർജറി ഡോക്ടർമാരെ സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ ഓരോരുത്തരുടെ വായിന്നും കേൾക്കുക. അപ്പം ഉദാഹരണത്തിന് ഒരാൾ എന്നെ ആലപ്പുഴയിൽ ഒരാൾ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ വീട് ഞാൻ നോക്കിയപ്പോൾ നല്ല ഫ്ലറിഷ് ചെയ്തിട്ടുള്ള വീട്, വളരെ സമ്പൽ സമൃദ്ധിയോട് കഴിയുന്ന വീട്. പക്ഷെ എന്താ നിങ്ങളുടെ പ്രശ്നം? അത് വേറെ ഒന്നുമില്ല, കന്നിമുള്ളിൽ ഒരു ക്ലോസറ്റ് ഉണ്ട്. അപ്പൊ അത് സാറിന്റെ വായിന്ന് കേൾക്കണം. സാറിന്റെ ഇന്റർവ്യൂവിൽ സാർ പറഞ്ഞിട്ടുണ്ട് ഇതിന് വേറെ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അപ്പൊ അതൊന്ന് കേട്ടാൽ മതി. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അത്രേ ഉള്ളൂ. ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇതാണ് ഇത് ആളുകൾ ഇതിനെ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീടിനോട് സ്നേഹം തോന്നണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വീടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക റെഗുലറായിട്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഡെയിലി നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പടി തൊട്ട് എഴുതിട്ട് 10 ദിവസം ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വെളി വന്നിട്ടില്ല. അപ്പൊ അതായത് നമുക്ക് ദൈവം തരുന്ന ഒരു സ്പേസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ആരാ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്റെ വീടാണ് എന്ന് അതിനെ ബ്ലെയിം ചെയ്യുന്നതാണ്. നമുക്ക് പല റീസൺ കൊണ്ടാണ്. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, നമ്മുടെ നോളജിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. കർമ്മഫലങ്ങൾ എന്ന് പറയില്ല, കോസ് ആൻഡ് എഫക്ട് കാരണം ഉണ്ടാവുന്നതായിരിക്കും. ഇതിനെല്ലാം നമ്മൾ വീട്ടിന്റെ വാസ്തുവിനെ പറ്റി എല്ലാം കൊണ്ട് ചാരാൻ പറ്റുന്ന സാധനമാണ് വീട്ടിലെ. എന്റെ ഒരു അടുത്ത ചോദ്യം ഞാൻ നോക്കാം. അതായത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ബേസ് ഉള്ള ആളാണ്. അപ്പോൾ ഇത് എത്രത്തോളം വാസ്തു, ഇപ്പൊ കരിയർ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു ബിൽഡറാണ്. അപ്പൊ താങ്കളുടേതായ പ്രോജക്ട്സും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതും വാസ്തുവും വെച്ച് നോക്കുമ്പോൾ ഹൗ യുവർ സിവിൽ എഞ്ചിനീയറിംഗ് നോളജ് വാസ്തുവിന് യൂസ്ഫുൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചും വാസ്തു നോളജ് എങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗിന് യൂസ്ഫുൾ ആവും? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റിംഗ് ആണ്. കാര്യം പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇതിനകത്ത് ഇപ്പോ ഈ ഒരു കൺസ്ട്രക്ഷൻ, ഞാനിപ്പോഴും കൺസ്ട്രക്ഷന്റെ വക്താവായതുകൊണ്ട് എനിക്ക് ഡിമോളിഷൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഈ വാസ്തു പ്രശ്നങ്ങൾ കാരണം ആദ്യമേ ചെന്ന് എല്ലാവരും പറയുന്നത് ഡിമോളിഷ് ചെയ്ത് കളയുക. അപ്പൊ അതാണ് കണ്ടുവരുന്നത്. ഒരു വാസ്തു കൺസൾട്ടന്റ് വരുമ്പോൾ കുറച്ച് അടിച്ചുപൊളി ചെയ്തില്ലെങ്കിൽ വന്ന എഫക്റ്റ് ഇല്ല എന്ന് പറയാം. അപ്പൊ ഞാൻ ചില ഒരു സ്ഥലത്ത് എനിക്ക് മൂവാറ്റുപുഴ ഒരിടത്ത് പോയപ്പോഴത്തേക്കും ഇവിടെ ഇത്രയും ട്രാവൽ ചെയ്താണ് ഞാൻ നോക്കിയത് വാസ്തു വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വീട്. അപ്പൊ ഇവര് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്തിനാണ് എന്റെ പറയാൻ ചോദിച്ചു സാർ എന്തെങ്കിലും ഒരു ദോഷം പറയണം, എന്തെങ്കിലും ഒരു ദോഷം അവർക്കുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് വേണ്ടത്. അതാണ് ദോഷം പറഞ്ഞാൽ അവർക്ക് ഓക്കെയാണ്. അപ്പൊ ദോഷം കണ്ടുപിടിക്കാനുള്ള ഒരാളായിട്ടാണ് അവർ എന്നെ കാണുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞ ദോഷമല്ല, ഞാൻ പിടിച്ചിരുത്തിയിട്ട് ഞാൻ ഇതിന്റെ വാല്യൂ സ്കോർ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും മാത്രം നിങ്ങളുടെ വീടിന് ഇപ്പൊ 100-ൽ 90 മാർക്ക് കൊടുക്കേണ്ട അവസ്ഥയിൽ 10 മാർക്ക് അത് പോസിബിൾ അല്ല, പെർഫെക്റ്റ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് വറി ചെയ്യുന്നത്? ഈ വറി നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ നമുക്ക് ചില സമയത്ത് ചില സൈക്കോളജിക്കൽ തലങ്ങളിലൊക്കെ സംസാരിക്കേണ്ടി വരും. അത് ഈ ആളുകളുടെ പ്രശ്നം വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ നോളജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നേ. പക്ഷെ ഈ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ പറയുമ്പോഴത്തേക്കും ഈ ഇക്വിലിബ്രിയം, നമ്മുടെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ലോഡ് ട്രാൻസ്ഫർ, ലോഡ് പാത്ത്, ഇതൊക്കെയാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ്. ഇത് കൃത്യമായിട്ട് വരുന്നതിന് ആ ഒരു സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കും. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്നത് ചിലപ്പം നമുക്ക് വേറെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിലും ഈ ആരൂഢ സങ്കല്പം സംഭവമാണ്. മെയിൻ ആയിട്ടുള്ള ആരൂഢം സ്ക്വയറോ റെക്ടാങ്കിളോ ആക്കിയിട്ട് ബാക്കി അതിന്റെ എക്സ്റ്റൻഷൻസ് നമുക്ക് കൊടുക്കാം. വാസ്തു പ്രകാരം നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ എക്സ്റ്റൻഷൻസ് ആവാം, സൗത്തിലോട്ടും വെസ്റ്റിലോട്ടും എക്സ്റ്റൻഷൻ വരരുത്. സൗത്തിലും വെസ്റ്റിലേക്കും എക്സ്റ്റൻഷൻ വരരുത്. അപ്പൊ ഈ പ്രിൻസിപ്പിൾ നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമുക്ക് കാര്യം വാസ്തുപുരുഷ സങ്കല്പം എന്ന സംഭവമുണ്ട്. വാസ്തുപുരുഷൻ എന്ന് വെച്ചാൽ ഒരു എനർജി കോൺസെപ്റ്റ് ആണ്. ഇത് ശരിക്കും ഒരു അസുരനാണ്, അതൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു എനർജി കോൺസെപ്റ്റ് ആണ്. ഈ എനർജി കോൺസെപ്റ്റ് പറഞ്ഞാൽ വീട്ടിലേക്ക് ഈ സ്പേസിൽ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പഞ്ചഭൂതങ്ങൾ, അപ്പൊ അതില് എർത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി. വീട്ടിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിനെ ഡിസൈഡ് ചെയ്യുന്നത് എർത്ത് എന്ന് പറഞ്ഞ എലിമെന്റ് ആണ്. അത് എവിടെ ഇരിക്കുന്ന? സൗത്ത് വെസ്റ്റിൽ. ഇനി വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ അഡാപ്റ്റബിലിറ്റി സ്കില്ലാണ്, ഫ്ലോ. ആ അഡാപ്റ്റബിലിറ്റി എവിടെ ഇരിക്കുന്നു? നോർത്ത് ഈസ്റ്റിൽ, അതായത് ജലത്തിന്റെ സ്ഥാനം. ഇനി നമ്മൾ വായു എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ്നെസ് ആണ്, അത് നോർത്ത് വെസ്റ്റ് കോർണർ. ഇനിയുള്ളത് അഗ്നി, നമ്മുടെ വൈറ്റാലിറ്റി, നമ്മുടെ ഉള്ളിലുള്ള എനർജി, സൗത്ത് ഈസ്റ്റ്. അവിടെയാണ് നമ്മൾ കിച്ചൺ കൊടുക്കുന്നത്. മനസ്സിലായി? ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നതാണ് സ്പേസ്, ആകാശം എന്ന് പറഞ്ഞ പഞ്ചഭൂതം. സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പാൻഷൻ, നമ്മൾ വളരുന്നത് ബ്രഹ്മസ്ഥാനം. അപ്പൊ ബ്രഹ്മസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഈ വീട്ടിലെ സെന്റർ, നമ്മുടെ CG പോയിന്റ് എന്ന് പറയില്ല നമ്മുടെ സിവിലിൽ, സെന്റർ ഓഫ് ഗ്രാവിറ്റി കൃത്യമായിരുന്നു. ഈ സെൻട്രൽ പോയിന്റ് ആണ് ബ്രഹ്മസ്ഥാനം. ഈ ബ്രഹ്മസ്ഥാനത്തിൽ വെയിറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് കൂടും നമുക്ക്. അത് ശരിക്കും പലരും അറിയുന്നില്ല. അവർ കൊണ്ട് ഫ്രണ്ട് എല്ലാം ചെയ്തിട്ട് വീടിന്റെ സെൻട്രലിൽ ഒരു നല്ല വലിയ കവോർഡ് ചെയ്ത് വെച്ചിട്ട് അതൊരു TV ഒക്കെ വെച്ച് സെറ്റായിട്ടിരിക്കും.
പാടില്ല. ബ്രഹ്മസ്ഥാനം ഫ്രീ ആയിട്ട് കിടക്കണം. കാര്യം ബ്രഹ്മസ്ഥാനത്തിലാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്, എനർജി ഫ്ലോ. അത് മാത്രമല്ല ക്രോസ് വെന്റിലേഷൻ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ സൂത്രങ്ങൾ എന്ന് പറയുന്ന സംഭവം. ഈ സെൻട്രൽ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയത് ബൈപ്പാസ് അത് തെറ്റാണ്. ബൈപ്പാസ് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐ ലെവലിലാണ് സൂത്രത്തിന്, ഉടമസ്ഥന്റെ ഐ ലെവലിലാണ് സൂത്രം വരേണ്ടത്. ഉടമസ്ഥന്റെ പൊക്കം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ഉള്ളതാണ് ഒരു കുടുംബം. രണ്ടുപേരും പൊക്കത്തിൽ അവിടെയാണ് വരേണ്ടത്. പക്ഷെ അത് പറ്റില്ല. ബെഡ്റൂമിൽ കൂടെ ഹോൾ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇന്റർ ലെവലിന് മേളിലാണ് അതുകൊണ്ടാണ് ഇന്റർ ലെവലിന് മുകളിലോട്ടൊക്കെ പോയത്. പക്ഷെ അതിൽ കഴിയുന്നതും നമ്മൾ ഈ ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ സെൻട്രൽ സ്പേസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുക എന്ന രീതിയിൽ മനസ്സിലായി. ഇതില് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഈ സ്റ്റാക്ക് വെന്റിലേഷൻ എന്ന് പറയുന്ന സംഭവമാണ് ഈ നാലുകെട്ടിൽ വന്നിരിക്കുന്നത്, ഈ കോർട്ട്യാർഡ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇത് മൊത്തത്തിൽ ഇതിന്റെ ചൂട് കാറ്റ് മുകളിലോട്ട് പോവുക, ബ്രീസ്, വെന്റിലേഷൻ, ഇത്രയുള്ള സംഭവം. ഇതിന് തന്നെയാണ് ഇത് ഇന്ത്യയിൽ ഉടനീളം ഉണ്ട്. പണ്ട് ഇത് മനസ്സിലാക്കാൻ വാസ്തു എന്നുള്ളത് വേണ്ടി വന്നു. അത്രേ ഉള്ളൂ, നാലുകെട്ട് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇപ്പൊ ഇന്നിപ്പോ ഒരുപാട് BISന്റെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കോഡുകളുണ്ട്, പലതിന്റെയും ഇപ്പൊ HVACയുടെ കോഡ്, എല്ലാത്തിനും ബിൽഡിംഗ് റൂൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ലേറ്റസ്റ്റ് ട്രെൻഡിന്റെ ഒരു ഗൈഡ് ലൈൻ നമുക്കുള്ളപ്പോ ഈസ് വാസ്തു എഗെയിൻ റിലവന്റ്? എഗെയിൻ ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാസ്തു എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ലൈറ്റ് ആൻഡ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് ഫോഴ്സ്ഡ് ലൈറ്റിംഗ് കാര്യങ്ങളല്ല. നമ്മൾ തിരിച്ചു പോകണം ഗ്രീൻ ബിൽഡിംഗ് കോൺസെപ്റ്റ്. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോവുക. കാര്യം നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച് നമ്മൾ എത്ര ക്ലോസ്ഡ്. ഇപ്പൊ ജാക്കിപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീട്ടില് നല്ല ലക്ഷറി, എത്ര സമയം അവിടെ ഇരിക്കാൻ പറ്റും? ചിലപ്പോൾ ഒരു ദിവസം ഇരിക്കാൻ പറ്റും, 2 ദിവസം അതിനകത്ത് അടങ്ങിയിരിക്കണം. വെളിയിലോട്ട് ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കണം എന്ന് വെച്ചാൽ എന്ത് ലക്ഷറി ആണെങ്കിലും നമ്മൾ പ്രകൃതിയിലേക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ മനുഷ്യൻ അപൂർണനാണ്. തിരിച്ചു പറഞ്ഞാൽ നമ്മളൊരു വീടിന് ബാൽക്കണി എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ സീ വ്യൂ ഉള്ള എന്നൊക്കെ പറയുന്നത് ഇപ്പം ഫ്ലാറ്റിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരുന്ന റിവർ ഫ്രണ്ടേജ്, അത് പ്രകൃതിയോട് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കറക്റ്റ്. മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും പ്രകൃതിയോട് അടുക്കുന്നതിന്റെ ഒരു സംസ്കാരം. മനുഷ്യൻ ആദ്യം ഗുഹാഗ്രഹങ്ങളിലൂടെയാണല്ലോ ഗ്രഹങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. താമസിച്ച മനുഷ്യൻ പിന്നെ ഇപ്പൊ വീടുകൾ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവുന്ന കാര്യം അറിയാലോ. ഭക്ഷണം സ്റ്റോർ ചെയ്യാനൊരു സ്ഥലം ഇല്ലാതെ വന്നപ്പോഴാണ് പ്രകൃതി മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ ഇത് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വീടുണ്ടാക്കി, അറകളായി ഉണ്ടാക്കി, പിന്നെ അത് അവന്റെ താമസത്തിന്റെ എക്സ്റ്റൻഷനായി. ശരിക്കും ഇതെല്ലാം ചെയ്തിട്ട് മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഇപ്പം ഇത് നല്ല വലിയ വീടും കോടിക്കണക്കിന് രൂപ വീടൊക്കെ വെച്ചിട്ട് അവസാനം പോയി നേരെ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലേക്ക് ഇരിക്കും. എന്നിട്ട് പറയും എനിക്ക് ഈ സമാധാനം വീട്ടിൽ കിട്ടുന്നില്ല. അപ്പൊ വീട് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ കംഫർട്ട് കൂടെ കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കണം. അതിനാണ് വാസ്തു കൂടുതൽ. അപ്പൊ എന്റെ അടുത്ത ചോദ്യത്തിന് സമയം, അതായത് നമ്മളിപ്പോ വാസ്തു ആണ് കവർ ചെയ്ത് പോയത്. ഇപ്പൊ താങ്കൾ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് നമ്മൾ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമ്മള് പലപ്പോഴായിട്ട് ഫോണില് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്ന് നമ്മൾ കോവിഡ് തൊട്ടാണ് നമ്മൾ ഈ ഫോണിൽ സംസാരം തുടങ്ങി. പലപ്പോഴും ഇങ്ങനെ സംസാരിച്ച് നമ്മൾ നാട്ടിലെ ഇപ്പൊ താങ്കൾക്ക് ഒറ്റയ്ക്ക് തോന്നും അത് തെറ്റായിരിക്കും, അപ്പൊ അത് എന്റെ അടുത്ത് വാലിഡേറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്ന മിസ്പ്രാക്ടീസ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ റീസെന്റ് നമ്മൾ പറഞ്ഞ കൺസ്ട്രക്ഷന്റെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെ ചാനലിലുള്ളവർക്കും അത് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിച്ചത് ഇപ്പൊ സ്ക്വയർ ഫീറ്റിന്റെ കേസ്. ഇപ്പൊ താങ്കളും ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD, ഞാനും MD. അപ്പൊ അതില് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇപ്പൊ 1800 രൂപ മുതൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. നമ്മളല്ല പറയുന്നു, മാർക്കറ്റിലെ ഞാൻ അറിഞ്ഞു. പിന്നെ 1650 ഞാൻ ഏറ്റവും കേട്ടിട്ടുള്ളത്. അപ്പൊ ഇപ്പോ ഞാൻ ചോദ്യം ചോദിക്കാൻ കാരണം, എനിക്കറിയാം എങ്കിലും നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിനൊരു ഒരു സിനർജി ഉണ്ടാവും, അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കസ്റ്റമർ ഈയിടയ്ക്ക് എന്നോട് പറഞ്ഞു, GST കുറഞ്ഞതുകൊണ്ട് സ്ക്വയർ ഫീറ്റിന് 1000 രൂപ കുറവുണ്ടെന്ന് പത്രവാർത്ത കണ്ടു. അപ്പൊ പത്രവാർത്ത ഇങ്ങനെയായിരുന്നു, കമ്പിക്കും സിമെന്റിനും കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രൊക്യൂർമെന്റ് ടീമിൽ നിന്ന് നമ്മൾ അറിയാവുന്ന നമ്മുടെ വെൻഡേഴ്സിനെ എല്ലാം വിളിച്ചു. അവര് പറഞ്ഞു, സാറേ ഇതുവരെ കമ്പിക്ക് കുറയാനുള്ള GSTയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ പ്രൊക്യൂർമെന്റ് ടീം എന്ന് പറഞ്ഞില്ല, പത്രത്തിലുണ്ട്. കാര്യം ഇതിനൊരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷനോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ കസ്റ്റമറിന്റെ വാദം സ്ക്വയർ ഫീറ്റിന് 1000 രൂപ വരെ കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? അതെ, ഇത് ശരിക്കും പറഞ്ഞ ഇതിനകത്ത് ഇത് കേൾക്കുമ്പോഴും നമുക്ക് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, സിമെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അഗ്രിമെന്റ് സൈൻ ചെയ്തതിൽ നിന്നൊരു മാറ്റം വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സിമെന്റ് എത്ര രൂപ കുറഞ്ഞെന്നാണ് പറഞ്ഞു. അപ്പൊ അത് GST 10% കുറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 30 രൂപ കുറഞ്ഞു.
30 പറയുമ്പോഴത്തേക്കും 30 നമുക്ക് ഈ ബിൽഡിങ്ങിന് മൊത്തം 800 ബാഗ് സിമെന്റ് ആവശ്യമുള്ളൂ. 24,000 രൂപ വ്യത്യാസം വരും. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചും GST ഫയൽ ചെയ്താണെന്ന് എനിക്ക് ഇൻപുട്ട് കുറയാണ് ചെയ്യുന്നത്. ആ പോയിന്റ് ആരും ഇൻപുട്ട് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ എമൗണ്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും GST ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് മാച്ച് ചെയ്ത് നമ്മൾ വീടിന് കോട്ട് ചെയ്യുമ്പോൾ ആരും GST പറ്റി മിണ്ടേയില്ല. ഇപ്പൊ GST കുറഞ്ഞെന്നറിഞ്ഞപ്പോഴത്തേക്കും GST ഇതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലേ, നിങ്ങൾ കുറയ്ക്കണ്ടേ. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലും അതൊരു അൺഹെൽത്തി പ്രാക്ടീസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു കോമൺ അജണ്ട. ഇപ്പൊ നിങ്ങളും ഞാനും ഒക്കെ നമ്മൾ ഓരോ സെഗ്മെന്റിലുള്ള ബിൽഡേഴ്സും ഓരോ റേറ്റ് ആണ്. നമ്മൾ എത്ര പ്രോഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓവർ ഹെഡ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുത്തം വന്നിട്ട് ഒരു ഒൺമാൻ ഷോ കാണിക്കുന്ന ഒരുത്തം വന്ന ഒരു ദിവസം ഞാൻ 1,500 രൂപയ്ക്ക് ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പറിൽ ഒട്ടിച്ച് ഒരു സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ അതിന്റെ പിറകെ പോകുന്ന ആളുകളുടെ മെന്റാലിറ്റി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കുറെ ഹൈ പ്രൊഫൈൽ ആൾക്കാരും പോകുന്നുണ്ട് ഇതിന്റെ പിറകെ. പിന്നെ അവര് ഒരാൾ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഇങ്ങനെ ഒരാളുടെ വർക്ക് കൊടുത്തു, എന്നിട്ട് അവൻ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 10 ബാഗ് സിമെന്റ് കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു കൊടുക്കും. അഭിമാനമായിട്ട്. അപ്പൊ എനിക്ക് അത്ര രൂപയല്ലേ ആവുള്ളൂ, ആ 10 ബാഗ് സിമെന്റിന്റെ പൈസ അല്ലേ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, 3,000 രൂപയ്ക്ക് ഞാൻ സിമെന്റ് വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. കമ്പി ഞാൻ ഒരു ടൺ കമ്പി എക്സ്ട്രാ എടുത്ത് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, കമ്പി ഇടുന്നതിനൊക്കെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. നിങ്ങൾ പറയണ പോലെ കുറെ കമ്പി അങ്ങ് മാറി ഇടുക. അതായത് ടോപ്പ് ലെവലിൽ ഇടുന്ന കമ്പി താഴെ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇതൊരു സൂപ്പർവൈസ്ഡ് വർക്ക് ആയിരിക്കത്തില്ല. അതാണ് ഇതിനെ നമ്മൾ പ്രോപ്പർ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് അവയർനെസ് ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലമാണ്. എല്ലായിടത്തും ചെന്നാൽ നമ്മൾ ആദ്യം ഈ ഒരു വീട് വാങ്ങിക്കാൻ ചെന്നാലും അടിച്ചു നോക്കും, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ സ്ക്വയർ ഫീറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ നമുക്കറിയാം, അത് യൂണിറ്റൈസിങ് ശരിയല്ലെന്നുള്ളത്. വെച്ചാൽ ഒരു വീട്ടില് 5,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലും 2 ബാത്റൂം ഉള്ള വീടും ഉണ്ടാവും, ചില 3 ബാത്റൂം ഉള്ള തിരിച്ചറിയുന്നില്ല. അപ്പൊ ഒരു ബാത്റൂം ചെയ്യുമ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും മിനിമം ചെയ്ത 50,000 കുറഞ്ഞൊരു ബാത്റൂം ചെയ്യാൻ പറ്റില്ല. 1.5 lakhs പോകും. ഇത് ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ഫ്രെറ്റർണിറ്റി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം എഡ്യൂക്കേഷണൽ സാധനങ്ങൾ നമ്മൾ തന്നെ കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ അത് കസ്റ്റമർക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ എല്ലാവരും റിലേ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇത് കാണുന്നത് സോഷ്യൽ മീഡിയയിലായിരിക്കും. അപ്പൊ കസ്റ്റമർക്ക് എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും? അവർ കൺഫ്യൂസ്ഡ് ആവാനുള്ള കാരണം കൂടുതൽ ആൾക്കാരും ഈ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് പോകുന്നത്. ഇതിന്റെ കോറിലേക്ക് ആരും ഇറങ്ങുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇടയ്ക്ക് ഒരു ടോക്ക് പറഞ്ഞു, അത് മെയിൻ്റനൻസിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കുറവാണ് ഇവിടെ. ഞാൻ 2.5 കോടിക്ക് 3 കോടിയൊക്കെ വീട് ചെയ്യും, എന്നിട്ട് പെയിന്റ് അടിക്കുന്ന അയാളുടെ മകന്റെ കല്യാണത്തിന് അടുത്ത 10 വർഷത്തിന് ശേഷമായിരിക്കും. അപ്പൊ ഞാൻ ചെയ്തൊരു വീട്ടിൽ എൻ്റെ ഒരു ക്ലയന്റ് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീടിന് ഒരു കുഴപ്പമില്ല, നല്ല പുത്തനായിരിക്കുന്ന വീടിന് പുള്ളി ഒന്ന് റീപെയിന്റ് ചെയ്തു. പുള്ളിക്ക് ആ ഒരു സാധനം. ഇപ്പൊ ഞാൻ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചു, അതായത് ഒരു വീട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു 5% ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുക വീടിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ വീട് പഠിക്കുന്ന നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് ഒരു പ്രശ്നമാകും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സേവ് ചെയ്തിട്ട്, ഉദാഹരണത്തിന് ഇന്ത്യയിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ഇതൊരു FD ആയിട്ട് ഇട്ടിട്ട് ഇതിനെ ഉപയോഗിച്ച് നമ്മൾ 5 വർഷം കഴിയുമ്പോൾ റീപെയിന്റ് ചെയ്യുന്ന ഒരു തീരുമാനം എടുത്താൽ ഇത് തന്നെ അത് ഫണ്ട് ചെയ്തോളും. ഇങ്ങനെ ഒരു നമ്മളിപ്പം നമ്മുടെ പിള്ളേരുടെ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ വീടിന്റെ ലൈഫിന് വേണ്ടിയിട്ട് വീടിനെ നമ്മളൊന്ന് പരിപാലിക്കണം. വീടിന്റെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മളൊരു മെത്തഡോളജി ഉണ്ടാക്കി വയ്ക്കണം. കാര്യം വീട് ഇപ്പൊ തന്നെ അറിയാം, കോൺക്രീറ്റ് ബിൽഡിങ്സ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 75 years ഒക്കെ ആയി തുടങ്ങി പല ബിൽഡിംഗ്. അതിനപ്പുറത്തേക്കുള്ള ഏജ്ഡ് ബിൽഡിംഗ് അറിയില്ല, പക്ഷെ സ്റ്റിൽ ഇപ്പോഴാ ചില അന്ന് ചെയ്ത സാധനങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുന്ന ബിൽഡിംഗ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാത്ത വീടുകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അത് 10 വർഷമായ ഒരു ബിൽഡിംഗ് ഞാൻ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ടുണ്ട്. അതായത് അടച്ചിട്ടിട്ട് ഇവരങ്ങ് പുറത്തു പോയി, നോക്കാനില്ല, താമസിക്കാനില്ല, അല്ലെങ്കിൽ വാടക കൊടുത്തിട്ടില്ല. പക്ഷെ ഇവരെ ഇടയ്ക്ക് വന്നിട്ട് 2 വർഷത്തിൽ ഒരിക്കൽ താമസിക്കുന്ന സാധനം ഡംപ് ചെയ്തിട്ടങ്ങ് പോകും. ഇത് ഭീകരമായ പ്രശ്നമാണ്, എക്കോളജിക്കൽ പ്രോബ്ലമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഞാൻ വീണ്ടും എഞ്ചിനീയറിംഗ് ഇതിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഇതിൽ പറയും, ഇപ്പോൾ നമുക്ക് അറിയാം ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കോൺക്രീറ്റ് ഇപ്പൊ ഇടയ്ക്ക് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ഫ്ലാറ്റ് ഫുള്ളി പൊളിച്ചു കളയണം, മറ്റേ നേവൽ, അതിന്റെ സംഭവം അറിയായിരിക്കുമല്ലോ. അത് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷനും നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കസ്റ്റമർ ആംഗിളിൽ പറയുകയാണ്, വെള്ളം നോക്കാറില്ല. ഇപ്പൊ നമ്മൾ കുടിക്കുന്ന ബോഡിയിൽ കുടിക്കുന്ന പോർട്ടബിൾ ഗ്രേഡുള്ള വെള്ളമായിരിക്കണം ഉപയോഗിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഉപ്പ് രസമുള്ള വെള്ളം അതെടുത്ത് ചെയ്തിട്ടാണ് ആ ഫ്ലാറ്റ് പൊളിക്കുന്നത്. അപ്പൊ ഇത് വാസ്തുവിൽ എന്തെങ്കിലും ഈ വെള്ളത്തെ പറ്റി പറയുന്നുണ്ട്? അതായത് കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിനുള്ള
ഇതിനെന്തെങ്കിലും വാസ്തു ആൻഡ് എഞ്ചിനീയറിംഗ് ആ ആംഗിൾ മെറ്റീരിയലിന്റെ ക്വാളിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കേൾക്കാറില്ല. നമ്മൾ വാസ്തു ശരിക്കും അളവ് മാത്രമാണ് വാസ്തു എന്നാണ്, കോലളവ്, പെരിമീറ്റർ അല്ല, അതിൽ നിന്നുള്ളതാണ് ഓഡിയൻസിന് ഇഷ്ടം. നമ്മൾ അതിന്റെ കാര്യത്തിലേക്ക് വരാം. കാരണം ഇവിടെയാണ് ഈ ഇത്രയും ഇമ്പോർട്ടൻസ് ഈ കണക്കിന് കൊടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അങ്ങോട്ടൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ ഗോൾഡൻ റേഷ്യോ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ കണക്കെന്ന് പറയുന്ന എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു എക്കണോമി ആണ്. എക്കണോമി എങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം. ഇതിന് അതാണ് നമ്മൾ വ്യയം ആയം എന്നൊക്കെ പറയുന്നത്, അത് ചെലവ് വരവെന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ആംഗിള്. പക്ഷെ നമ്മൾ ഇത് കൃത്യമായ ഒരു കോസ്മിക് ഓർഡർ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ജിയോമെട്രി എന്നുള്ള, അത് വളരെ ഡീപ്പ് പ്രിൻസിപ്പിളാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കോമ്പിനേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോമ്പിനേഷൻസ് മാജിക് സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുപോലുള്ള വളരെ ഡീപ്പ് ലെവലിൽ. പക്ഷെ ഇതെല്ലാം നമുക്ക് നോക്കി ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ കണക്ക് നോക്കുക, കിച്ചണിന്റെ കണക്ക് നോക്കുക, വീടിന്റെ മൊത്തത്തിലൊരു ചുറ്റിന്റെ ഒരു നല്ലൊരു ഐഡിയൽ പെരിമീറ്ററിൽ. ഇനി നിങ്ങൾ ഇത്തിരി അങ്ങ് മാറിപ്പോയെന്ന് വെച്ചൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഇതിനകത്ത് ചില പർട്ടിക്കുലർ കോമ്പിനേഷൻ ആൾക്കാർ പലതും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് മരണ ചുറ്റും, പിന്നെ എനിക്ക് ഒരു കോല് കണക്കില് ഈ കോലിന്റെ യൂണിറ്റ്സിനും ഞാൻ പലപ്പോഴും ഫേസ് ചെയ്യുന്നത് വ്യത്യാസം ആൾക്കാർ പറയുന്നുള്ളൂ. ഒരാൾ പറയുന്നതല്ല വേറെ. അപ്പൊ ഇത് എങ്ങനെ, അതിലെന്തെങ്കിലും അത്ര സീരിയസ് ഇഷ്യൂ ഉണ്ടോ ഈ കോൽ കണക്ക്? അത് ശരിക്കും പ്രാക്ടിക്കലി നമ്മൾ ഇത് കട്ട കെട്ടുമ്പോൾ നോക്കുമ്പോഴും പിന്നെ പൂശുമ്പോഴും ചെറിയ വേരിയേഷൻ വരാറുണ്ട്. ഒബ്സർവേഷനിൽ ഇത്തരം കണക്ക് ചുറ്റുകൾ മാറുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. കുറച്ച് നമുക്ക് ഇത്, പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരുപാട് ഓവറായിട്ട് കൊടുത്ത് സൈറ്റ് ലെവലിൽ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ്. അത് എക്സിക്യൂഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം വെച്ചാൽ നമ്മൾ ഡയമെൻഷൻസ് ഇടുമ്പോൾ ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് തിക്നെസ് എന്ന് പറഞ്ഞ് എഴുതി, ഞാനൊക്കെ അങ്ങനെ എഴുതി കൊടുക്കുക. അപ്പൊ അല്ലാതെ ആ കണക്കിൽ മാത്രം ഒരു സെറ്റ് ഔട്ട് ചെയ്യണം. ഡ്രോയിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡീറ്റെയിലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇത് ശ്രദ്ധിച്ചു. താങ്കളുടെ ഇതിൽ കൺസൾട്ട് ചെയ്യുന്നവർക്ക് ഇപ്പൊ സപ്പോസ് കാസർഗോഡ് ഉള്ള ഒരാളാണ് കൺസൾട്ട് ചെയ്യുന്നത്, അപ്പൊ താങ്കൾ ഡ്രോയിങ് കൊടുക്കുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഞാൻ അവർക്ക് എല്ലാ ഡീറ്റെയിൽ, വാസ്തു എന്നുള്ള ബേസിക് ഒരു സാധനം വെച്ചിട്ടല്ല. ഇല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണക്കുകളും എല്ലാം എഴുതി കൊടുക്കും. ഇന്ന കണക്കാണ്, ഇത് ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇൻസ്ട്രക്ഷൻ ടു ബി ഗിവൻ ടു ദ മേസൺറി ടീം, ഇൻസ്ട്രക്ഷൻ ടു ബി ഗിവൻ, ഡ്രോയിങ്സ് മുതൽ എല്ലാം കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ചിലർക്ക് പറയാൻ എനിക്ക് അതൊന്നും വേണ്ട സാർ, ഒരു കണക്ക് ഡിസൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി, ബാക്കി നിങ്ങൾ ഇവിടെ ചെയ്തോളാം, ഞങ്ങൾ ആൾക്കാർ. ഞാൻ പറഞ്ഞ ഓക്കെ, കെയർഫുൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ഞാൻ രണ്ടാമത് ഇൻസ്പെക്ഷന് പോയി ഇതെല്ലാം തെറ്റി കണ്ടിട്ട് ഡിമോളിഷ് വരുന്നു. അതാണ് ചില സമയങ്ങളിൽ ഞാൻ വളരെ ഹൈ പ്രൊഫൈലായിട്ട് ചില കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്നും എനിക്ക് ഈ സംഭവം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് പറയും, സർവീസ് ഡിസൈൻ തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ടീമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞാൻ ഈ ട്രിവാൻഡ്രം വിട്ടുള്ള ചില ഏരിയ വരുമ്പോൾ ഒരുപാടൊന്നും നമ്മൾ അത് കയറി പിടിക്കാനായിട്ട് നമുക്ക് പോസിബിൾ അല്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും, മാത്രമല്ല എൻ്റെ ഈ വാസ്തുവിൻ്റെ ഒരു പ്രശ്നം അതാണ്. എനിക്ക് ഒരാളെ ചുമതലപ്പെടുത്തി വിടുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം ഇവർ ഒന്നുകിൽ എൻ്റെ അതേ നോളജ് ലെവലിൽ അപ്പൊ അതുകൊണ്ട് ഒരാൾ പോയിട്ട് തെറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇന്ന ആളുടെ ശിഷ്യനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആരും, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ ചെയ്യും, ഇന്ന കാര്യങ്ങൾ നോക്കാം. വേറെ സംഭവം ഉണ്ട്, കട്ട ഉപയോഗിക്കുന്ന കട്ടയുടെ വേരിയേഷൻ വരുമ്പോൾ നമ്മള് 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് കണക്കായിട്ടായിരിക്കും ചെയ്യുന്നത്. സിമെന്റ് ബ്രിക്ക് ആകുമ്പോഴും അത് വേരിയേഷൻ വരും. അപ്പൊ ഇതെല്ലാം ആദ്യം ഡിസൈഡ് ചെയ്യില്ല. തുടങ്ങുമ്പോഴേക്കും സാർ ഞാൻ എംബ്രിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത് പറയില്ല. ചിലപ്പോ കോൺട്രാക്ടർ റേറ്റ് കൊടുക്കുമ്പോൾ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി താവൂക്കിലോട്ട് പോകും. അപ്പൊ വാസ്തു ഡിസൈൻ മാറി. അതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാര്യം വാസ്തു പ്ലാൻ വരച്ചിട്ടാണ് നമ്മളെപ്പോഴും കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ കൺസ്ട്രക്ഷന്റെ ഫേസിൽ കോൺസ്ട്രക്ഷൻ മാറുമ്പോൾ അതിൽ വാസ്തു ചേഞ്ച് ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ ആരും കാണാതെ പോയൊരു പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് മുന്നോട്ട് പോകാനായിട്ട്. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ഈ വാസ്തു ചെയ്യുന്നത് കംപ്ലൈൻസ് ആവുന്നുണ്ട്, എന്തെങ്കിലും കോസ്റ്റ് വേരിയേഷൻ വരുന്നുണ്ടോ ശരിക്കും? ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ചെലവ് കൈ നിൽക്കുന്നില്ല, വീട് ഇങ്ങനെ തീരുന്നില്ല, വാസ്തുവിന്റെ പ്രശ്നമാണോ സാറേ? കോമൺ ചോദ്യം. ഞാൻ പറഞ്ഞത് വാസ്തുവിന്റെ പ്രശ്നം അല്ല, നിങ്ങൾ മാനേജ് ചെയ്തതിന്റെ പ്രശ്നമാണ്. വാസ്തുവിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ള ഡിസൈൻ നമുക്ക് നോക്കിയാൽ പറയാം, എന്തെങ്കിലും ഡിസൈൻ ആസ്പെക്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ചെലവ് കൂടി പോയി. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ഈ 2 വർഷം കഴിഞ്ഞ് ഈ വീടത്തെ കൺസ്ട്രക്ഷൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതെ, ശരിക്കും ഞാൻ അത് ലാസ്റ്റ് ചോദിക്കാൻ വെച്ചിരുന്നതാണ്. അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാസ്തു എന്ന് പറയുമ്പോഴും ഞാനൊരു പകുതി മനസ്സിലുള്ള ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അത് കാണും. അപ്പൊ താങ്കളുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ടെങ്കിലും
ഉള്ളതാണോ, ചിലപ്പോ അത് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തു. പക്ഷെ ഒരു അനുഭവം വന്നതുകൊണ്ട് അത് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞാണ്. അത് എന്താണ് അതിനെ പറ്റി ഒന്ന്? അതെ, പലപ്പോഴും ഞാൻ അതിന്റെ പേര് പറയണ്ട കാര്യം അതല്ല, നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു എന്റെ ഒരു വീഡിയോയിൽ സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിനെ പറ്റി വാസ്തു പറഞ്ഞപ്പോഴത്തേക്കും അതൊരു എഞ്ചിനീയറിംഗ് ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. കാര്യം സോയിൽ ടെസ്റ്റിന്റെ രൂപമാണ്. അതെ, അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇതിന്റെ ഡിലേ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന്റെ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ലാൻഡിന്റെ കിടപ്പും അതും മാത്രമല്ല, ഈ ലാൻഡ് ചെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന് എനിക്കൊരു പ്രോസസ് ഉണ്ട്. ഇപ്പം പെൻഡുലം വെച്ച് ഡൗസ് ചെയ്തിട്ട് അത് ശരിക്കും എൻ്റർലി ഡിഫറെന്റ് സാധനമാണ്. വാസ്തുവുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വാസ്തു ഒന്നും അല്ല അത് ശരിക്കും. അപ്പൊ പെൻഡുലം ഡൗസ് ചെയ്ത സമയത്ത് ലാൻഡിന്റെ ക്വാളിറ്റി, ലാൻഡിന്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ലാൻഡിൽ വന്ന കർമ്മദോഷങ്ങളും നമ്മൾ പറയും. ഇവിടെ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു നല്ല സ്ഥലമാണെന്ന് വെച്ചു, അവിടെ സ്ഥിരമായിട്ട് ഇറച്ചി വെട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെച്ചു, ബുച്ചറി മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ഒരു 10-25 വർഷം നടത്തിയതിനു ശേഷം അവിടെ ഒരാൾ വീട് വെക്കാനായിട്ട് പോവുകയാണെന്ന് വിചാരിക്കും, അവിടെ ഒരു എനർജി പ്രശ്നം ഉണ്ടാവും. അത് നമുക്ക് കോമൺ മാൻ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അവിടെ ചെയ്തിട്ട് ഒരു 10 വർഷം വെറുതെ കിടന്ന ലാൻഡ് ആയിരിക്കും. ഭൂമി ആസ് സച്ച് പരിശുദ്ധയാണ് എപ്പോഴും. ഭൂമി നമ്മൾ അമ്മയെ പോലെ കാണണം എന്നാണ്. ഭൂമി ദോഷവും അല്ല പറയേണ്ടത്, ശരിക്കും ഭൂമിയിൽ വന്ന കർമ്മദോഷം, അതിന്റെ വാസയോഗ്യത, അത് അതിന്റെ വാസയോഗ്യതയെ ബാധിക്കുന്നു എന്നാണ് വാസ്തുവിന്റെ തിയറി. അപ്പം നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഈ കർമ്മദോഷം എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ ജ്യോത്സ്യന്മാർ പലരും ഈ പറഞ്ഞ പ്രശ്നം വെച്ച് താമ്പൂല പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. അത് ഞാൻ സ്പിരിച്വൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് പെൻഡുലമാണെന്നേ ഉള്ളൂ. ഇതിനകത്തൊരു ഇൻഡ്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നോളജിന്റെ ഒരു റിഫ്ലക്ഷനാണ്. ഇതൊക്കെ ഒരു ടൂൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കോൺസെൻട്രേഷനിൽ, അത് എനിക്ക് നമ്മൾ സാധന ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടും. അതൊരു ദിവ്യാനുഗ്രഹമോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എഞ്ചിനീയേഴ്സ് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കില്ല, അതിലല്ല സൊല്യൂഷൻ. അത് ഉപയോഗിച്ച് നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുന്നു എന്നുള്ള നോളജ് ടൂൾ മാത്രമാണ്. അതെ, ഇപ്പൊ ജാക്കിന് പഠിക്കുന്ന കാലത്ത് ഈ ലൈബ്രറി കയറുമ്പോഴേ ഇപ്പൊ ഒരു സബ്ജക്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വെച്ചാൽ കൃത്യമായ ബുക്കിലേക്ക് കണ്ണു പോകില്ലേ? അത് എവിടെ ഇരുന്നാലും തെർമോഡൈനാമിക്സ് ആണെങ്കിൽ തെർമോഡൈനാമിക്സിന്റെ പോയി ബുക്ക് എടുക്കുക. അത് കൃത്യമായിട്ട് കണ്ണ് പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ മനസ്സ് തന്നെയാണ് അതിന്റെ ടൂൾ എന്ന് പറയുന്നത്. അതുപോലെ ഈവൻ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഒരു ബിസ്ക്കറ്റ് അന്വേഷിച്ച് പോവുകയാണെന്ന് വെച്ചാൽ പർട്ടിക്കുലർ ബിസ്ക്കറ്റ് അവിടെ തന്നെ നമ്മൾ എത്തും. അതെ, അവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കും. അതിലേക്ക് നമ്മുടെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇന്നർ ഗൈഡൻസ് കൊടുക്കുന്നു. അതുപോലെ ഈ കർമ്മദോഷങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചില സമയത്ത് ചില സ്ഥലത്ത് പണ്ട് രാജാക്കന്മാരുടെ കാലത്തും ഒക്കെ കൊല്ലും കൊലയും ഒക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ചില, നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. ഇത് ഈ ലാൻഡ്. അപ്പോൾ ഈ അറിഞ്ഞൂടാത്തതിലേക്ക് ഒരു അന്വേഷണം നടത്താനാണ് നമ്മൾ ഈ സ്പിരിച്വൽ ടൂൾസിന് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇത് 100% കറക്റ്റ് ആണോ എന്നുള്ള വേറൊരു ചോദ്യം. അത് ഡിപ്പെൻസ്. ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നതായിരിക്കില്ല വേറൊരാൾ നോക്കുമ്പോൾ കാണുന്നത്. ഇതാണ് വാസ്തുവിന്റെ ഒരു പ്രശ്നവും. കാര്യം ഇത്തരം അനാലിസിസുകൾ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊരാളെ ട്രസ്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരാളെ ട്രസ്റ്റ് ചെയ്താൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 16ാമത്തെ വാസ്തു കൺസൾട്ടന്റ് ആയിട്ട് ഞാനത് ആ കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ തിരിച്ച് ബാക്കിലോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 16ാമനാവാൻ റെഡിയല്ല, ഞാൻ കൺസൾട്ടിങ് ഫീ ഒക്കെ തിരിച്ച് തന്നേക്കാം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ സാർ വന്നതല്ലേ ഒന്ന് നോക്കിയിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇതുപോലെ റിപ്പോർട്ടാക്കി ഫയൽ എടുത്ത് കൊണ്ടുവരും. ഇങ്ങനെ 1, 2, 3 ഞാൻ നോക്കിയപ്പോൾ പല പ്രശസ്തരായ വാസ്തു വിദഗ്ധന്മാരുടെ റിപ്പോർട്ട് അതിനകത്തിരിക്കുന്നു. ഇതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളി എന്താ വേണ്ടത്? പുള്ളിക്ക് ഇങ്ങനെ അന്വേഷണം. ഇത് ഞാൻ ചോദിക്കുന്നത് വാസ്തു പഠിക്കാനുള്ള ശ്രമമാണ് ഇത്, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വീടിനെ റെഫറൻസ് ആക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വാസ്തു പഠിക്കുന്നു. ഓക്കെ, പക്ഷെ ഇത് നല്ല പ്രാക്ടീസ് അല്ല. നമ്മൾ വീടിനെ ശപിച്ചുകൊണ്ട് വീടിനകത്ത് താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ സിസ്റ്റത്തിനെ അത് ബാധിക്കും. മനസ്സിലായി. അപ്പോൾ ഒരു സമ്മറി രീതിയിലോട്ട് വരുവാണെങ്കിൽ, ഓൾറെഡി ചെയ്ത ഒരു വീടിന്റെ വാസ്തു നോക്കുന്നതിൽ യാതൊരു മീനിങ്ങുമില്ല. തുടക്കം തന്നെ പ്ലോട്ട്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആ പ്രോപ്പർട്ടി മേടിക്കുന്നത് മുതൽ അതിന്റെ, അതായത് ഇപ്പൊ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വന്ന് കാണുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് ആർക്കിടെക്റ്റും സിവിൽ എഞ്ചിനീയറും എല്ലാവരും ഉള്ളപ്പോ പോലെ തന്നെ ഈ ഇതും നോക്കുക. അപ്പൊ താങ്കളുടെ ഇതിലാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് നോളജ് കൂടെ ഇതിന്റെ അകത്തുണ്ട്. ആദ്യമേ ചെയ്യണം, തുടക്കത്തിലേ അത് ചെയ്യണം. പ്രത്യേകിച്ച് പ്ലോട്ട് പർച്ചേസിലേ ചെയ്യണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പ്ലോട്ട് പർച്ചേസ് എന്ന് പറയുമ്പോൾ ചില ഡെവലപ്പേഴ്സിന്റെ ലാൻഡ് ആയിരിക്കും. അപ്പം അതിലൊരു
10-25 പ്ലോട്ട് അതെ അതെ അതെ, അത് എന്ത് ചെയ്യും? ഞാൻ ഒരു പ്ലോട്ട് പോയിട്ട് അതിന്റെ വാസ്തു നോക്കിയിട്ട് അത് മോശം എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റിനെ പ്രോജക്റ്റ് ബാധിക്കും. അപ്പൊ അത് എങ്ങനെയാണ്? അത് ഞാൻ സാധാരണ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്നുള്ളത്. സപ്പോസ് ഇപ്പോ ഒരാള് ഇപ്പൊ ചോദിക്കുവാണ്, ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്ലോട്ടിൽ എന്റെ ഒരു കസ്റ്റമർ താങ്കളെ കൊണ്ടുവരുന്നു, അപ്പൊ പറയുന്നത് ഏതാണ്, ഇപ്പൊ 3 കാണിച്ചിട്ട് ഏത് വേണം ചോദിച്ചാൽ താങ്കൾ ശരിക്കും എന്ത് ചെയ്യും? അത് ഭയങ്കര പ്രാക്ടിക്കലി ഞാൻ ഇത് ബെറ്റർ ആണെന്നല്ലേ പറയാൻ പറ്റും, അല്ലാതെ ഇത് മോശം കണ്ടോണ്ടിരിക്കുന്ന ആള് ചിലപ്പോൾ മറ്റേ അപ്പുറത്തെ ഓപ്പോസിറ്റ് പ്ലോട്ടിന്റെ ആളായിരിക്കും. ഉദാഹരണത്തിന് നോർത്ത് ഫേസിംഗ് ആണ് നല്ലതെന്ന് ഞാൻ പറയുന്നു, അപ്പൊ തൊട്ടപ്പുറത്തെ പറയും അപ്പൊ എന്റേത് മോശമല്ലേ എന്ന് ചോദിക്കും. കാര്യം ഇവരുടെ മാർക്കറ്റബിലിറ്റി അത് ബാധിക്കാം. അപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ അത്തരം എക്സസൈസുകൾ അധികം പോവാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പ്ലോട്ടുകളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ പ്ലോട്ടിന്റെ കേസ് പറഞ്ഞപ്പോ പലപ്പോഴും എല്ലാവർക്കും ഈസ്റ്റ് ഫേസിംഗ് മതി, പക്ഷെ നമുക്ക് എല്ലാ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എല്ലാ ഫേസിംഗ് പ്രോപ്പർട്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ വാസ്തുപ്രകാരം ഇന്ന ഡയറക്ഷനിലേ ഉണ്ടെങ്കിലും നല്ലതെന്ന് അങ്ങനെയൊന്നും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, നമ്മുടെ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. ഈ ധർമ്മിഷ്ഠനാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ കിഴക്കോട്ട് ദർശനമുള്ള വീട്ടിൽ താമസിക്കുക. അതുകൊണ്ടാണ് നേരത്തെ ജാക്കിന്റെ ഫാദറിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അതായത് പത്രം വായിക്കുന്നത് ഈസ്റ്റിലേക്ക്. കാരണം ഞാൻ പഴയ ആളുകളൊക്കെ അങ്ങനെയാണ്, കിഴക്കിനാണ് പ്രാധാന്യം. അവർ ധർമ്മിഷ്ഠന്മാരാണ്. രാവിലെ പത്രം വായിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് മോത്തടിക്കും, ചായ കുടിക്കും. പിന്നെ അർത്ഥം കാക്ഷിക്കുന്നവർ, അതായത് ബിസിനസ്സുകാരെ പോലുള്ള ആൾക്കാർ നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും. കാര്യം അർത്ഥം ആണ് ആ ഡയറക്ഷൻ. കാമമാണ് വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്, പക്ഷെ ഭയങ്കര ഡിസയർ ആയിരിക്കും. നമുക്ക് ഇന്നിപ്പോ ബെൻസ് കയറി പോകണം, നാളെ നമ്മൾ അടുത്ത ലംബോർഗിനി വാങ്ങിക്കണം തോന്നും. ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ്. സൗത്ത് എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങളൊന്നും വരില്ല, മോക്ഷമാണ്. മോക്ഷം എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് വരും. ഇപ്പൊ സൗത്ത് ദർശനം ഞാൻ അതുകൊണ്ട് ഈ വയസ്സെന്ന് ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ റെഫറൻസിലല്ല. ഈ 70 വയസ്സിന് ശേഷമൊക്കെ വീട് വെക്കാൻ വരുന്ന ആളുകൾ ഞാൻ സൗത്ത് ദർശനം വാങ്ങിക്കാൻ പറയും. വേറെ ഒന്നുമല്ല, അതൊരു ആത്മീയ ഉന്നതിക്കാണ് അവർക്ക്. അവരെപ്പോഴും ആ ഒരു ആംഗിളിലോട്ടാണ് മോക്ഷം എന്നുള്ള കാറ്റഗറിയാണ് ഏറ്റവും നല്ല. അപ്പം ഇതിന് പക്ഷേ എല്ലാ ദർശനത്തിലുള്ള മനുഷ്യനെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എല്ലാ ദർശനക്കാരനായിരിക്കും, ആത്മീയത ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ഈ കണക്കിന്റെ പ്രസക്തി വരുന്നത്. അപ്പൊ സൗത്തിലേക്ക് ചെയ്യുമ്പോൾ സൗത്തിൽ നമുക്ക് ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള വീട് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് വാസ്തു പ്രിൻസിപ്പിൾസ് കറക്റ്റ് ചെയ്യും, ഡയമെൻഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യും. ഇതിനൊരു നോർത്ത് ദർശനത്തിന് കിട്ടുന്ന അതേ എഫക്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അതിനാണ് ഈ വാസ്തുവിൽ ടൂൾസ് ഉള്ളത്. പലരും ആദ്യം പറയാറില്ല, ആദ്യം തെക്ക് വേണ്ട പോയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇടയ്ക്ക് ഒരു കൺസൾട്ടിങ്ങിന് പോയാൽ ഒരാളുടെ വീട് 50 വർഷമായിട്ട് അയാൾ താമസിക്കുന്ന വീടാണ്. ഏതോ ഒരു 1-2 വാസ്തു കൺസൾട്ടൻസ് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഇത് വാസയോഗ്യമല്ല, നിങ്ങൾ ഇവിടുന്ന് ഉടനെ തന്നെ മാറി. 50 വർഷമായിട്ട് താമസിക്കുന്നതാണെന്ന് മാറിക്കോണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. കാര്യം പുള്ളിയുടെ മകന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് എന്തോ ചില തടസ്സം വന്നപ്പോഴാണ് പുള്ളി ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ എന്നെ അടുത്ത് പറഞ്ഞ് സാർ അർജന്റായിട്ട് വരണം. ഇതിനെ വിളിച്ചുകൊണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു പ്രശ്നം അവിടെ ഇല്ല. അവിടെ കുറച്ചൊന്ന് ഇതിന്റെ ഓറിയന്റേഷൻ തെറ്റിയിരിക്കും. വാസ്തുവിൽ നമ്മളെപ്പോഴും പറയും ഓറിയന്റേഷൻ, പ്ലേസ്മെന്റ്, ജോമെട്രി, 3 കാര്യങ്ങളാണ്. ഈ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും വിധിക്കും നമ്മൾ പറയാം, അതായത് ഡയഗണൽ പ്ലോട്ടാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് വടക്ക് കിഴക്ക് ദർശനം വരുന്ന രീതിയിലാണ് വന്നിട്ട്. ഞാൻ പറഞ്ഞത് നല്ലതാണത്. ഒരു അഗ്നികോണിൽ ഒരു കിണറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു, പുതിയ കിണർ എടുക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നു, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. മകന്റെ പ്രശ്നവും മാറി. കാര്യം ഇതിലേക്ക് എഫേർട്ട് എടുക്കാതെ നമ്മൾ പോയിട്ട് എളുപ്പമാണ് പറയാൻ. എനിക്കും എളുപ്പമാണ്, എടുത്ത് പോയിട്ട് ഇത് മോശമാണ് മാറിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഇറഗുലർ ഷേപ്പ് ഇപ്പൊ നമുക്കിപ്പോ ലാൻഡ് അവൈലബിലിറ്റി, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം പോലുള്ള സിറ്റിയിൽ ഉള്ള ലാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ 10 സെന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എൽ ഷേപ്പിൽ കിടക്കും, അല്ലെങ്കിൽ ഇറഗുലർ ട്രപ്പിസോഡ്, പല ഷേപ്പിൽ വരാം. അപ്പൊ വാസ്തു ഞാൻ മനസ്സിലാക്കുന്നത് പെർഫെക്റ്റ് ഷേപ്പിലോട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ തിയറി വരും. അപ്പൊ അങ്ങനെയുള്ളവർ അല്ലാത്ത ഇപ്പൊ ഡിഫറെന്റ് ഷേപ്പിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം വരുന്നില്ല. ശരിക്കും അതിനകത്ത് തന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ സ്ക്വയർ എടുക്കുക. അതിനാണ് അപ്പൊ അവര് ഒരുപാട് വേസ്റ്റേജ് വരുന്നില്ലേ? അവിടെയാണ് വാസ്തു മണ്ഡലം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ബെസ്റ്റ് സ്ക്വയർ എടുത്തിട്ട് മെയിൻ പാർട്ട് ഓഫ് ദി ബിൽഡിങ്ങിനെ അതാക്കി മാറ്റിയിട്ട് നിങ്ങൾ ഈ ബാക്കിയുള്ള പോർഷനെ എക്സ്റ്റൻഷൻസ് ആയിട്ട് ഉപയോഗിക്കുക, ആർക്കിടെക്ചറൽ എലമെന്റ്സ് ആക്കുക. പക്ഷെ ഒരു കമേഴ്ഷ്യൽ ബിൽഡിങ്ങിനും നമ്മൾ വാസ്തു നോക്കുന്നുണ്ട്. തീർച്ചയായും അവിടെ പെർ സ്ക്വയർ ഫീറ്റ് ഇപ്പോ എല്ലാരും ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഇതുപോലെ FAR4, അതായത് മാക്സിമം ലാൻഡ് ഏരിയയുടെ 4 ഇരട്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ആൾക്കാർ നിൽക്കുന്നത്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടെന്നുള്ളത് വേറെ സത്യം, ആക്സസ് വിട്ടും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പണിയണം എന്ന വാസ്തു കംപ്ലൈന്റ് ആവണം. ഞാൻ ഈ ഓഫീസുകളുടെ കാര്യമാണ് പറഞ്ഞത്. അവിടെ ഞാൻ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ അവിടെ നമുക്ക് ഈ ടൂൾസ് വെച്ചുള്ള കറക്ഷൻസ് ചെയ്തിട്ട്, അതായത് ഒരുപാട് എൻഹാൻസ്മെന്റ് ടൂളിലുണ്ട്. നമുക്ക് ഇപ്പം
പിരമിഡ് പോലുള്ള കാര്യങ്ങൾ, വാസ്തു ചക്രാസ്, അങ്ങനെ ഒരുപാട് അത് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കി. ഈ എക്സ്റ്റൻഷൻസ്, ഈ ഷേപ്പ്ലെസ്നെസ്സിനൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് ഇത് പക്ഷേ ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രൈം ഏരിയ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മണ്ഡലം തന്നെയായിരിക്കും. പക്ഷെ മറ്റത് നമുക്ക് കൊമേഴ്ഷ്യൽ യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാം. ലിഫ്റ്റ് വേണം, ഒരുപാട് പാർക്കിംഗ് സ്പേസ് വേണം, എല്ലാം ചേർത്താണല്ലോ കമേഴ്ഷ്യൽ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത് കൊമേഴ്ഷ്യലിൽ നമുക്ക് ഇതിന് വാസ്തു എന്ന് പറയുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലെന്നാണ് പലരും വിചാരിക്കുന്നത്. വാസ്തു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് വളരെ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം വാസ്തു ഞാൻ ഉൾപ്പെടെ വിചാരിക്കുന്നത് അതൊരു ഹാർഡ് റൂൾ, അതിൽ വേറെ ചേഞ്ച് ഇല്ല, ഫ്ലെക്സിബിൾ ആണ്. അതിന് നമ്മൾ അതിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ആ രീതിയിലുള്ള പുസ്തകങ്ങളിൽ നിന്ന് അത് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, സമരാങ്കണ, സൂത്രധാര, മയമതം പോലുള്ള സ്റ്റാൻഡേർഡ്. ഇതിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കാലിറ്റിയും കൂടി ചേർത്ത്. ഇപ്പൊ ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ പ്രാക്ടിക്കാലിറ്റി നല്ല രീതിയിൽ കണ്ടെത്താൻ പറ്റും. എനിക്കറിയില്ല വേറൊരു രീതിയിൽ പഠിക്കുന്ന ഒരാളിന് എത്രമാത്രം അത് കൺസ്ട്രക്ഷൻ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ പഴയ പല എഞ്ചിനീയർ അല്ലാത്ത വാസ്തു കൺസൾട്ടൻസിന് ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ഞാൻ അവരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിലൂടെ അതിന് നമ്മളൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കിട്ടുന്ന അതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് പുതിയ അപ്കമിങ് എഞ്ചിനീയേഴ്സിനോട് പറയും വാസ്തു പഠിക്കും. ഇപ്പൊ എന്റെ കൂടെ വയ്ക്കുന്ന സ്റ്റാഫുകളൊക്കെ ആൾമോസ്റ്റ് വാസ്തു പഠിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഞാനത് പഠിപ്പിക്കുകയല്ല, അവരെന്റെ കൂടെ ഷാഡോ പോലെ നടന്നു പഠിക്കും. പക്ഷെ അതിന് ഇൻട്രസ്റ്റ് വേണം. അപ്പം എല്ലാ സ്റ്റാഫുകളും പഠിക്കുന്നില്ല. ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ അത് 2 പേരായിരിക്കും ഇത് പഠിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അതിനകത്തുള്ള താല്പര്യം, അതിനാണ് നമ്മൾ യോഗം എന്നൊക്കെ പറയുന്നത്. മറ്റത് ഇതെന്ത് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പോഴത്തെ ഈ ജനറേഷൻ ചോദിക്കുന്ന വെച്ചാൽ എനിക്ക് 4 ബ്രേക്ക്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയണത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സാർ എനിക്ക് 4 ബ്രേക്കപ്പായി, എന്റെ വീട്ടിലെ ബെഡ്റൂമിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന്. ജെൻസിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചടാ 4 ബ്രേക്കപ്പ് ആയി ഞാൻ നിന്റെ പേഴ്സണൽ പ്രശ്നമുണ്ട്, അത് വീട് നീ തന്നെ വീടിന്റെ ബെഡ്റൂം ശരിയല്ലെന്ന്. പിന്നെ ഞാൻ കിടക്കുന്ന അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മിറർ സെൽഫി എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഈ ജനറേഷൻ. അപ്പൊ അതുകൊണ്ട് ഇനി അതാണ് വിഷയമൊന്നും. അത് വാസ്തുവിന്റെ തലയെ കൊണ്ടുപോയി. അതെ, കാരണം റെസ്പോൺസിബിലിറ്റി എങ്ങനെയെങ്കിലും വാസ്തുവിനെ കൊണ്ടുപോയിക്കണം. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിന്റെ പ്രശ്നം വീടാണെന്ന് പറയുന്ന പോലെ ആ വീടിന്റെ പ്രശ്നം ശരിക്കും വാസ്തു. അപ്പൊ ഇതിന് ബ്ലെയിം ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് വാസ്തുവിനെ ഉപയോഗിക്കുന്നത്. അത് ശരിക്കും ശരിയായ ഒരു സംഭവമേ അല്ല. നമ്മുടെ സ്പേസിനെ റെസ്പെക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾ ദോഷമേ ചെയ്യുള്ളൂ. അപ്പൊ അത് അവന്റെ മെന്റാലിറ്റിയാണ് ഈ പറഞ്ഞ 4 ബ്രേക്കപ്പ് ആയി പോയി. അവരുടെ ഒരു ജനറേഷന്റെ ഒരു പൾസ് ആലോചിച്ച് നോക്കണം. മനസ്സിലായി. അവിടെ വാസ്തു പറയുന്നത് സാമ്പത്തികവും വാസ്തുവാണ് ലിങ്ക് ചെയ്യുന്നത്, പക്ഷേ ബ്രേക്കപ്പും വാസ്തുവും ലിങ്ക് ചെയ്യുന്നത്. ഇവര് തന്നെ ചോദിക്കുന്നുണ്ട്, സാർ പെട്ടെന്ന് പണക്കാരനാണ് വാസ്തു ഇട്ടിട്ട്, പെട്ടെന്ന് പണക്കാരനാവണം എന്താണ് വാസ്തു? നമ്മൾ എന്റെ 25 വർഷത്തെ കരിയറിൽ എന്റെ പ്രൊഫഷനിൽ പെട്ടെന്ന് പണക്കാരനായ വിദ്യ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഇൻകം ടാക്സ് അത്രയും കൊടുക്കണ്ടേ? നീ അത് കണ്ടുപിടിച്ചാൽ എന്റെ അടുത്തൂടെ പറഞ്ഞത് എനിക്ക് ഗുണമാവും. വാസ്തുവിലെ ടൂൾസ് ഇല്ല ശരിക്കും പറഞ്ഞ. അങ്ങനെ ക്വിക്ക് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ബിലീഫ് ചില സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഫെങ്ഷുയിൽ തന്നെ ഫെങ്ഷി അത് വേറെ ഏരിയ, നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാത്തതാണ്. ഫെങ്ഷി എന്ന് പറയുന്നത് ടോട്ടലി ഒരു പേഴ്സണൽ ഓറിയന്റേഷൻ ആണ്. വാസ്തു ബിൽഡിംഗ് ഓറിയന്റേഷൻ, ഫെങ്ഷി പേഴ്സണൽ ഓറിയന്റേഷൻ. അപ്പൊ അവിടെ ഒരാൾക്ക് വർക്ക് ചെയ്യുന്ന, ഇപ്പൊ ജാക്കിന് വർക്ക് ചെയ്യുന്ന കാര്യം എനിക്ക് വർക്ക് ചെയ്യുന്നില്ല, നിർബന്ധമില്ല. അപ്പൊ അതിന് അയാളുടെ ഒരു നമ്പർ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കുറെ ബർത്ത് നമ്പർ വെച്ചിട്ട് ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ ഞാനിപ്പോ ന്യൂമറോ വാസ്തു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവരും. ഞാനത് ചോദിക്കാൻ പറ്റും. കാര്യം വാസ്തുവിൽ ഇപ്പൊ ഈ കയറുമ്പോ സ്റ്റെപ്പ് കയറല്ലോ, 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് എന്ന് പറയുന്ന പോലെ ഈ ന്യൂമറോളജിയും വാസ്തു എന്തെങ്കിലും ന്യൂമറോളജി വാസ്തുവും ആസ് സച്ച് കണക്റ്റഡ് അല്ല. നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ആസ് സച്ച് കണക്റ്റഡ് ഒരിടത്ത് 1-2 ഇപ്പം നമ്മള് വിശ്വകർമ്മ പ്രകാശ് പോലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ചില ഈ ഡോർസിന്റെയും വിൻഡോസിന്റെയും എണ്ണത്തിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ന്യൂമറോളജി പേഴ്സണലി പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ ന്യൂമറോളജിയുടെ കോൺസെപ്റ്റിനകത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി നോക്കി. പലയിടത്തും അത് എഫക്റ്റീവായി വരുന്നുണ്ട്. അതായത് ഇൻക്ലൂഡിങ് നമ്മുടെ ചുറ്റിൽ പോലും ന്യൂമറോളജി നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. അതൊരു പുതിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ അത് പൂർണ്ണമായും ഞാൻ അതിനെ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ അത് അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് താങ്കൾ അതിന്റെ ഒരു ചെയ്യാൻ പോകുന്നു. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി നമ്മളീ പറഞ്ഞത് എല്ലാത്തിലും നല്ല ഗുണങ്ങൾ. ഇപ്പൊ വാസ്തു എല്ലാമായി കണക്റ്റഡ് ആണ്. ഈവൻ സംഗീതമായിട്ട് പോലും കണക്റ്റഡ് ആണ്. മ്യൂസിക്കായിട്ട് കണക്റ്റഡ് ആണ്, ആയുർവേദമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിന്റെ എല്ലാം ഒറിജിൻ എന്ന് പറയുന്ന വേദങ്ങളാണ്. ഈ ഒറിജിൻ അതിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റിങ് ആണ്. പലർക്കും അറിയാം
ഈ റിതം എന്ന് നമ്മൾ പറയില്ല, താളം. അപ്പം നമ്മൾ സംസാരിക്കുന്നു, ഒരു ബീറ്റ്, അത് കഴിയുമ്പോൾ ഒരു സൈലൻസ്. ഈ സൈലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഗീതം വരുന്നില്ല. അതുപോലെയാണ് വാസ്തുവിലും. ബിൽഡിംഗ് ശ്രദ്ധിച്ചറിയാം, പഴയ ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ പഴയ അമ്പലങ്ങളൊക്കെ. ഇതാണ് ബീറ്റ് സൈലൻസ്, ബീറ്റ് സൈലൻസ്. ഇതാണ് അതിന്റെ ഈ റിതം അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റിതം എന്ന് പറയുന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്, കോസ്മിക് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു ഡീപ്പ് ലെവലിൽ മനസ്സിലാക്കിയിട്ട് ഇതൊന്നും ആരെടുത്തും വന്ന് നമ്മള് ഇപ്പൊ ഇവര് വാസ്തു എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ഒരു അസുരനാണ്. ചിലരൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, സാർ ഞാൻ എൻ്റെ കന്നിമൂലയിൽ ഒരു ബാത്റൂം വന്നത് കാരണം എൻ്റെ കുടുംബം തൊലഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. അതും ഇതുമായിട്ടും യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. കന്നിമൂലയിൽ ബാത്റൂം പാടുണ്ട് ഇല്ലെന്ന് രണ്ട് അഭിപ്രായമുണ്ട്. അപ്പൊ അതിന്റെ റീസൺസ് ഒക്കെ വേറെ, നമുക്ക് അത് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോ ഞാൻ ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണ്. അതായത് ഈ ഫ്യൂച്ചർ നമ്മളിപ്പോ ഒരുപാട് ചേഞ്ച് അണ്ടർഗോയിൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തോടെയാണ് പോകുന്നത്. ഇപ്പൊ 2025 ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ 2000 ശേഷമാണെന്ന് തോന്നുന്നു അത്ര ഈ വാസ്തു ഒരുപാട് അവയർനെസ് നമുക്ക് എല്ലാവരും മാറി മറിയുന്ന കാലമാണ്. ഡു യു തിങ്ക് ഇപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ വാസ്തു വളരെ റിലവന്റ് ആയിട്ട് മുന്നോട്ട് പോകും തന്നെയാണോ, അതോ ഇല്ല ഇനി നമുക്ക് പുതിയ ഇപ്പൊ എക്സോസ്റ്റ് ഫാൻ ഇല്ലേ, എനിക്ക് AC വെച്ചുകൂടെ, എനിക്ക് അത് ആ ഒരു ട്രെൻഡിലോട്ട് പോകും? എക്കാലം റിലവന്റ് ആയിട്ട് നിൽക്കും. കാര്യം എന്ന് വെച്ചാൽ ഇത് നേച്ചറിനെ ഡിപ്പെൻഡ്. നേച്ചർ ഇല്ലാതെ നമുക്കില്ല, മനുഷ്യനില്ല. മനുഷ്യൻ നേച്ചർ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകും തോറും മനുഷ്യൻ പ്രശ്നങ്ങളിലേക്ക് പോവുള്ളൂ. പ്രകൃതിയാണ് ഏറ്റവും വലിയ സത്യം. ആ ഒരു തിരിച്ചറിവ് ഗ്രീൻ ബിൽഡിംഗ് നേരത്തെ പറഞ്ഞ പോലെ അതിലോട്ട് തിരിച്ചെത്തുക. ആർക്കിടെക്ട്സ് ബയോഫിലിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് ആർക്കിടെക്ചർ, ഹാപ്പിനെസ് ആർക്കിടെക്ചർ, ഇങ്ങനെയൊക്കെ അതിന് പറയുന്നതെല്ലാം വാസ്തുവിന്റെ സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്നും നിലനിൽക്കും. പ്രകൃതിയുമായി മനുഷ്യന് ബന്ധം ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് പ്രകൃതിയിലേക്ക് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചോദിക്കുന്നു, ഉണ്ണികൃഷ്ണൻ എന്ന എഞ്ചിനീയറെ പറ്റി 2 വാക്ക്. അതായത് വാട്ട് യു ഡു സ്ഥാപനം, അപ്പൊ എന്താണ് യുവർ വിഷൻ ഫോർ നെക്സ്റ്റ് 10 years, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 25ാമത്തെ വർഷമാണ് ഈ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നത്. ഞാൻ 2000 എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്. അതിനുശേഷം ഞാൻ സ്ട്രക്ചറൽ M.Tech എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഞ്ചിനീയറിംഗ്, അതെ, സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ MBA, അങ്ങനെ ക്വാളിഫിക്കേഷൻ വൈസ് നമ്മൾ ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നു. ആദ്യം അവിചാരിതമായാണ് വന്നത്. ബിസിനസ്സിലേക്ക് വന്ന ഞാൻ ശരിക്കും എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഇത്രാമത്തെ വയസ്സിലാവും. അതായത് 2000 എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്. 2000 പാസ്സാവും. അപ്പൊ ബിസിനസ്സുകാരൻ 13 വർഷത്തെ 12 അനുഭവത്തിലാണ് ഇറങ്ങുന്നത്. അതെ, 12 മുതൽ ഏതാണ്ട് 12ലേക്ക് തുടങ്ങി നമ്മൾ. പിന്നെ ഒരു സ്മോൾ എന്റർപ്രണർ ജോലികൾ പലതും ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പലയിടത്തും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാരലലി നമ്മുടേതായ ഒരു ഫോഴ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. കോയിൻസിഡൻസ് പറഞ്ഞാൽ ഞാനും 2012 ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. അത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ 2006 എഞ്ചിനീയറിംഗ് കഴിയുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ 6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യകാലം നമുക്കിപ്പോ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട് സോഷ്യൽ ഇപ്പൊ കുറച്ചുകൂടെയൊക്കെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യല്ലേ. അതെ, ഈ അന്നത്തെ കാഴ്ചപ്പിൽ നമുക്കൊരു സപ്പോർട്ട്, പ്രത്യേകിച്ച് അച്ഛനൊക്കെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് കൊണ്ട് സ്വാഭാവികമായിട്ടും നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഓവർകം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്, പ്രത്യേകിച്ച് എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ബിസിനസ്സുകാരാണ്. അപ്പം ഗ്രാൻഡ് ഫാദർ മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ ബിസിനസ്, വേറെ ആരും ബിസിനസ് ചെയ്തിട്ടുമില്ല. നമ്മള് ഞാൻ അതിലോട്ട് എത്തുകയാണ്. കാര്യം പെട്ടെന്നൊരു ഇത് തോന്നും, വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളും ഞാനും എന്തിനിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരുപാട് അടുപ്പമുണ്ട്. അതെന്താണെന്ന് നെയ്ബർ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മളൊരു വൈബ്രേഷൻ, നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു, നമ്മള് ഒരുപാട് നോളജ് ഷെയറിങ്. നമ്മള് എറണാകുളത്ത് നിന്നൊക്കെ വണ്ടിയിൽ വരുമ്പോ വണ്ടി മൊത്തം സംസാരമാണ്. ആ സംസാരത്തിന്റെ ഇതിലോട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വീണ്ടും ബാക്കിയുള്ളവർ എന്തോന്നേ സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റോറി. അപ്പൊ അങ്ങനെ ഗ്രാൻഡ് ഫാദർ ബിസിനസ്സുകാരനായതുകൊണ്ട് അത് കൺവിൻസ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് വിഷൻ എനിക്ക് പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തെ ഉണ്ട്. ഉള്ള കാര്യം പറയാം, ഞാൻ കോളേജിൽ ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി ട്രിവാൻഡ്രത്ത് ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അതൊരു പണ്ടത്തെ ലെഗസിയാണ് ഈ ആർട്സ് കോളേജ്. നമുക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പൊ അന്ന് ഒക്കെ നമ്മള് ഒരുപാട് പാഷൻസ്, സിനിമ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ബിസിനസ് എന്ന് എഴുതി വെക്കാൻ, ബിസിനസ് എഴുതി കാരണം വെച്ചാൽ അന്ന് തന്നെ എനിക്ക് ഈ എന്റെ ആദ്യത്തെ ബിസിനസ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെൻഡിങ് ലൈബ്രറി ഞാൻ സ്വന്തമായിട്ട് കുറെ മാഗസിൻസ്, സിനിമ മാഗസിൻസ് ഞാനിങ്ങനെ റെന്റ് ചെയ്യുമായിരുന്നു. 50 പൈസക്ക് 1 രൂപയ്ക്കൊക്കെയാണ് റെന്റിന് കൊടുക്കുന്നത്. പക്ഷെ ഇതെല്ലാം കിട്ടും, അടിച്ചു മാറ്റി കളയും.
അതൊന്നും കിട്ടൂല. നമ്മുടെ CD ആയിട്ട് ഇത് എഴുതി ഞാൻ കൊടുക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ. അപ്പൊ അന്ന് ബിസിനസ് അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഞാൻ എന്ത് വന്നാലും ബിസിനസ്സിലേക്ക് പോകാം. അപ്പൊ അച്ഛനൊക്കെ ഇങ്ങനെ കരിയർ ഡിസ്കസ് ചെയ്യും. നെവർ. കയ്യിലിരിക്കുന്ന പൈസ കളയാൻ, കുടുംബത്തിലുള്ള പൈസ കളയാൻ നല്ലത് വേറെ. ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടായിരുന്നു കംപ്ലീറ്റ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് നമ്മൾ എന്നാലും മൈൻഡ് അതിൽ നിന്ന് വിട്ടു പോകാറില്ല. കല്യാണം കഴിയുന്നത് വരെയൊക്കെ നമ്മള് കല്യാണം കഴിക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് ലൈഫായിരുന്നു. അപ്പൊ അതിനുശേഷവും ഏത് കമ്പനിയിലായിരുന്നു? ഞാൻ IBS ടെക്നോ പാർക്കിൽ IBS എന്ന് പറഞ്ഞിട്ട് IT കമ്പനിയിൽ കൺസ്ട്രക്ഷനിലായിരുന്നു. കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ. എന്റെ ബ്രദർ IBS-ലാണ്. ഒരുപാട് കണക്റ്റഡ് ആണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് IBS-ലായിരുന്ന സമയത്ത് കല്യാണം കഴിക്കുന്നു. അതിനുശേഷം റിലയൻസിന്റെ IBS-ന്റെ കൺസ്ട്രക്ഷന്റെ അവിടെ ക്യാമ്പസ് കൺസ്ട്രക്ഷൻ അവിടുത്തെ പ്രോജക്ട് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അത് എനിക്കൊന്ന് 2006 2005 2006 അന്ന് സമയത്ത് ഞാൻ ടാറ്റ എലക്സയുടെ പൈലിങ്ങിന് അതിന് ആ സെയിം സമയം അപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ എഞ്ചിനീയർ ആയിട്ട് ഞാൻ പൈലിങ്ങിന്റെ ചാർജ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ റിലയൻസിൽ പോയി. റിലയൻസിൽ വർക്ക് ചെയ്തു 2 വർഷത്തോളം. റിലയൻസിൽ ഇപ്പൊ പ്രോജക്ട് മാനേജർ ആയിരുന്നു. ട്രിവാൻഡ്രം, കൊല്ലം. ഇങ്ങനെ കോർപ്പറേറ്റ് ലൈഫ് ഇങ്ങനെ അത് TVS വരെ ഞാൻ എത്തി. അപ്പൊ നല്ലൊരു കരിയർ ഗ്രോത്തിലായിരുന്നു. ഒരിക്കലും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് വരുന്നു. പ്രശ്നമൊന്നുമില്ല. കടങ്ങളുമില്ല. ഒരു എന്റർപ്രണർ. പക്ഷെ അപ്പോഴും ഉള്ളിൽ ഇങ്ങനെ എന്തോ നമ്മൾ മിസ്സിങ്. നമ്മളൊരു സ്പേസിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മളുടെ ആഗ്രഹം എത്തിയില്ല എന്ന് തോന്നുന്നില്ലേ. അപ്പൊ അങ്ങനെ ഈ വീടുകൾ ചെയ്യാന്ന് പറയുന്ന ആളുകളുടെ ഇമോഷൻസുമായിട്ട് സഞ്ചരിക്കുന്ന സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അച്ഛൻ ഭയങ്കര നിരുത്സാഹപ്പെടുത്തും. വീടിന് മാത്രമല്ല നമ്മള് വീട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും തൃപ്തിയാവൂല. ഉദാഹരണത്തിന് ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു എല്ലാം പക്കയാണ്, നിങ്ങളുടെ വർക്കെല്ലാം പക്ക, പക്ഷെ എറുമ്പ് വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മധുരം കഴിക്കാറുണ്ടോ ഡൈനിങ് ടേബിളിന്റെ? അതുപോലെ ഇതിൽ അല്ലല്ല, ഇത് ടൈൽസിന്റെ ജോയിന്റിന്റെ ഇടയിൽ ഇരുന്നിട്ട് സംഭവം അതല്ല. ഈ മധുരം അതതിനകത്ത് വീണിട്ടാണ് വരുന്നത്. എന്തെങ്കിലും പറയാൻ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ പലപ്പോഴും ഇത് ഡീമോട്ടിവേറ്റിംഗ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ. പക്ഷെ അതങ്ങനെ കാണുന്നില്ല. എനിക്ക് നമ്മൾ ഇത്രയും ക്ലയൻസിന്റെ ലൈഫുമായിട്ട് നമ്മൾ സഞ്ചരിച്ച സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോശവും നല്ലതും ഒക്കെ ഉണ്ട്. പക്ഷെ കൂടുതലും നന്മകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരാളുടെ ലൈഫിനെ അവരുടെ ഇത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുന്നത് കാണുമ്പോൾ അവർ നന്നാവുന്നേ, ലൈഫിനെ ടച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. വാസ്തു കൂടെ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റി. അപ്പൊ ഇത് കൺവിൻസ് ചെയ്യുമ്പോ വീട്ടുകാർ കൺവിൻസ് ചെയ്യാൻ ആദ്യം ഒരു മാരേജ് കഴിഞ്ഞ് ചെയ്യുമ്പോ രണ്ട് ഫാമിലി, വൈഫിന്റെ സപ്പോർട്ടും വേണം, ഒപ്പം വൈഫിന്റെ പാരന്റ്സും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് വൈഫ് നല്ല സപ്പോർട്ടായിരുന്നു സ്വന്തമായിട്ട് വരുന്നതിനെ പറ്റി. അപ്പൊ ആ ഒരു സപ്പോർട്ട് വന്നപ്പോഴാണ് ഞാൻ വേറെ ആരുടെ സപ്പോർട്ട് ഞാൻ നോക്കിയില്ല. എല്ലാവരുടെയും നമുക്ക് ടു മച്ച് എല്ലാവരുടെയും കൂടെ സാറ്റിസ്ഫൈഡ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പല അഭിപ്രായങ്ങൾ വരും. അത് വേണോ, അതിന്റെ ആവശ്യമുണ്ട്, ഇത്രയും നല്ല ജോലി നിന്നല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. പക്ഷെ അതൊരു യാത്രയാണ്. ആ ഒരു യാത്ര 2012 ആരംഭിച്ചു. പലതരത്തിലുള്ള ഗുണവും ദോഷവുമായി എല്ലാം അനുഭവിച്ചാണ്. ഈ കൊറോണ ഒക്കെ വളരെ ഇമ്പാക്ട് ആയിരുന്നു. കൊറോണ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. അപ്പോഴാണ് നമ്മൾ കൂടുതലും അടുക്കാൻ സോഷ്യൽ മീഡിയ അന്ന് ഒന്നും ചെയ്യാനില്ല എന്നൊരു സംഭവം വന്നപ്പോഴത്തേക്കും നമ്മള് അപ്പൊ എന്റെ മോനാണിത്, അച്ഛൻ നമുക്കൊരു വീഡിയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന് അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അവനൊരു ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അത് മോളും ഇതുപോലെ ഭയങ്കര മോട്ടിവേഷൻ. ഇപ്പൊ വന്നപ്പോ ഈ പിള്ളേരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവരെ വന്നിരുന്ന് ഇങ്ങനെ ക്യാമറ എടുക്കും, ഞാൻ സംസാരിക്കും. അപ്പോഴ് ഒരു ദിവസം അത് ഞാൻ ബുക്ക് റിവ്യൂ ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയത് ആദ്യം. നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അപ്പൊ പുസ്തകത്തിന്റെ വലിയ കളക്ഷൻ ഉണ്ട് എനിക്ക്. ഓരോ ദിവസം ഓരോ ബുക്ക് എടുക്കും, അതിന്റെ റിവ്യൂ പറയും. അങ്ങനെ ഇരുന്ന് പെട്ടെന്നൊരു ഇൻഡ്യൂഷൻ പോലെ തോന്നി ഒരു വാസ്തു ചാനൽ തുടങ്ങിയാലോ. അങ്ങനെയാണ് വാസ്തുഗ്രഹം എന്ന് പറയുന്നത്. അറിയാൻ ആഗ്രഹമുള്ള ഇത്രയും റീച്ചിലേക്ക് പോകുന്നത് എനിക്ക് കാര്യം വൈറലായിട്ട് 1-2 വീഡിയോ കയറിപ്പോയത് ഞാൻ അറിഞ്ഞുപോലുമില്ല. ഇത് ഒരു ഫെസിലിറ്റി വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ സാധാരണ മൊബൈൽ ക്യാമറയിൽ വെച്ച് ഷൂട്ട് ചെയ്ത്. അപ്പൊ അതില് ഒരു സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആദ്യം വൈറലായത്. അപ്പൊ അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി സെപ്റ്റിക് ടാങ്ക് എന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ. കാര്യം എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള പ്ലോട്ട് വരുമ്പോൾ ഒരാളുടെ നോർത്ത് വെസ്റ്റ് മറ്റേ നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ സ്ഥാനം പ്രശ്നമാണ്. വില്ല പ്രോജക്റ്റിലാണ് ഇത് ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത്. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന വില്ല പ്രോജക്റ്റിൽ പോലും നമുക്ക് ചലഞ്ചിങ് ആണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ
വൈറാലിറ്റി ഒക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ആളിൽ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഇത് കണ്ടിന്യൂ ചെയ്തു ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അത് എനിക്ക് ഹാപ്പിയാണ്. ഇതിൽ വേറെ പിന്നെ നമ്മുടെ പ്രോജക്റ്റ് വിഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വില്ല പ്രോജക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്ത്. അപ്പൊ അത് ഞാൻ ചെയ്യുന്നത് എന്തും വാസ്തുവിന്റെ ഒരു ഇതായിരിക്കുന്നതുകൊണ്ട് വാസ്തുവിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് അതായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് വരിക എന്നുള്ളതാണ്. ട്രിവാൻഡ്രത്ത് ലാൻഡിന്റെ അവൈലബിലിറ്റി വലിയ വിഷയമാണ് ഇപ്പോൾ. നമ്മളിപ്പോ ഔട്ടറിലേക്കൊക്കെ പോകേണ്ട അവസ്ഥയാണ്. അഫോർഡബിൾ ആണ്. കാര്യം കൺസ്ട്രക്ഷൻ കോസ്റ്റ് തിരുവനന്തപുരം സിറ്റിയിൽ ആയാലും ഔട്ടർ സബർബ്സിലായാലും ഒരേ കോസ്റ്റ്. വേരിയേഷൻ വരുന്നത് ലാൻഡ് മാത്രമാണ്. പിന്നെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഷെയർഡ് ലാൻഡ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവും. അപ്പാർട്ട്മെന്റ് ശരിക്കും ഇപ്പൊ ട്രിവാൻഡ്രത്ത് കുറച്ച് കൂടുതൽ അപ്പാർട്ട്മെന്റ് കേസിലും ഈ പറഞ്ഞ വാസ്തു നോക്കാൻ ഒരുപാട് പേര് വരാറുണ്ട്. അതിന് കാരണം ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ടോട്ടൽ അപ്പാർട്ട്മെന്റ് വാസ്തു നോക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളുടെ സ്പേസിനെ എൻഹാൻസ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയും നേരത്തെ പറഞ്ഞ ഞാനത് റീകോൾ ചെയ്യുന്നു. ഒരു അപ്പാർട്ട്മെന്റിൽ 4 ഫ്ലാറ്റ് ഉണ്ട്, 4 കോർണർ ആയിട്ട് ഇരിക്കണമെന്ന് വെച്ചോളൂ. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞ പോലെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എല്ലാം ഉണ്ട് കൂടുതൽ. അപ്പൊ അത് ഈ പറഞ്ഞ ഒന്ന് കൊള്ളാമെന്നുള്ള മറ്റത് മോശം പറയാനും പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് വന്ന ആളിന് നന്മ വന്നാൽ മതി എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കേണ്ടത്. ഇതൊരു പൊതുബോധമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സീനിയർ ആയിട്ട് ഒരാൾക്ക് സൗത്ത് ഫേസ് ചെയ്ത് ഫ്ലാറ്റ് എടുത്തോ, മറ്റേ ബിസിനസ്സുകാരനെ നോർത്ത് ഫേസ് ചെയ്തോ, അപ്പൊ ഒരു കൗമാരക്കാരനെ വെസ്റ്റ് ഫേസ് ചെയ്തോ, ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതാണ്. പിന്നെ ചിലര് വാങ്ങിക്കുന്നതിന് മുമ്പ് പോയി നമ്മൾ അഭിപ്രായം പറഞ്ഞ വാങ്ങിക്കുന്നതിന് വെർജിൽ ചെന്ന് നോക്കേണ്ട ഘട്ടം വരും. അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമ്മൾ കാരണം ഒരു സെയിൽ ചിലപ്പോൾ അവിടെ മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. കാര്യം എനിക്കൊരിക്കലും അതിനകത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എടുക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വാഭാവികം. അപ്പൊ ഇതെല്ലാം അഡ്രസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഫ്യൂച്ചർ വിഷനിൽ ഇതെല്ലാം അഡ്രസ് ചെയ്യും. അതുപോലെ വാസ്തുവിന്റെതും ഇതുപോലെ സ്കെയിലപ്പ് ചെയ്യും എന്നുള്ളതാണ്. വാസ്തു സ്കെയിലപ്പ് ചെയ്യും. അത് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാല് വാസ്തു മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ നിൽക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൺസ്ട്രക്ഷനിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ പലതരത്തിലുള്ള സസ്റ്റൈനബിലിറ്റി എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ നമ്മൾ പോകും. ആ വാക്ക് പറഞ്ഞപ്പോഴാണ് വാസ്തു ശരിക്കും സസ്റ്റൈനബിൾ ആണ്. അല്ല, വാസ്തുവില് ഒരു കാര്യം, പിന്നെ അത് നമ്മൾ എന്നാലും ഒന്ന് ചോദ്യം വരുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ തിരക്കുള്ള ആളാണ്, കിട്ടില്ല. അപ്പൊ ഈ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ ഇന്ന വാരിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു വാസ്തുവും അല്ലാതെ ഇപ്പൊ ഭക്ഷണം പാചകം ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ ഗൃഹത്തിന് ഓരോ ലേ ഔട്ട് ഉണ്ട്. തീർച്ചയായിട്ടും. അതെന്താ അങ്ങനെ? എല്ലാരും മനുഷ്യരല്ലേ. ഇന്നത്തെ കാലത്ത് ആ വിവേചനം ഇല്ലാത്തൊരു കാലമാണ്. അല്ല, അത് ഇപ്പൊ ഇല്ലെങ്കിലും പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഓരോ ആളുകളും ചെയ്തിരിക്കുന്ന രാജാവിനൊരു വാസ്തു, രാജാവ്, അതുപോലെ രാജകൊട്ട ഇപ്പൊ പ്ലാനിങ്ങിൽ ടൗൺ പ്ലാനിങ് കോൺസെപ്റ്റ് സമരാംഗണ സൂത്രധാര എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു ബുക്കുണ്ട്. അതിനകത്ത് രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരെ വയ്ക്കും. അതായത് ആ വടക്ക് കിഴക്ക് രാജകൊട്ടാരത്തിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ സംഭവം. നമ്മളിപ്പോ ഭൂമി മൊത്തം നോക്കിയപ്പോ അങ്ങനെ നോക്കണമെങ്കിൽ കേരളത്തിന്റെ വാസ്തു ശരിയല്ലെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ 3 വശവും വെള്ളവും. അതുകൊണ്ട് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളമാണ്. നമ്മുടെ തമിഴ്നാടിനാണെങ്കിൽ നമ്മുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ തമിഴ്നാട് ഫ്ലറിഷ് ചെയ്യുന്നതിന്റെ കാര്യം അങ്ങനെ കുറെ ഒപ്പീനിയൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് വയ്ക്കാമെന്നല്ലാതെ വാസ്തു എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു മണ്ഡലമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഈ രാജകൊട്ടാരം ഇരിക്കുന്ന മണ്ഡലത്തിൽ രാജകൊട്ടാരത്തിന്റെ വടക്ക് കിഴക്ക് ഇന്റലക്ച്വൽ ആയിട്ടുള്ള മന്ത്രിമാരും ഗുരുക്കന്മാരും ഒക്കെ ഇരിക്കും. ഏറ്റവും വർക്കിംഗ് ക്ലാസ് മൊത്തം നേരെ അങ്ങ് അടുത്ത സൗത്ത് ഈസ്റ്റിലേക്ക് പോകും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് വാസ്തുവിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഓരോ ആളുകൾക്കും. ഇനി ഒരു ടിപ്പ് കൂടെ പറയാം. ഈ കന്നിമൂല എന്ന് പറയുന്നത് നിരുതം ശാസ്ത്രാകാരം എന്നാണ് പ്രമാണം പറയുന്നത്. നിരുതം എന്നാൽ കന്നിമൂല. അവിടെ നമ്മളുടെ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ പവർ നമ്മുടെ ഫ്ലറിഷ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ ടൂള് എടുക്കുന്നത്, നമുക്കൊരു ടേപ്പ്, നമ്മൾ ടേപ്പ് കന്നിമൂലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്കില്ല് കൂടും. മെഷർമെന്റ് റിലേറ്റഡ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് സ്കില്ലുകൾ കൂടും. ഒരു എഴുത്തുകാരനാണെങ്കിൽ അയാളുടെ പേന കന്നിമൂലയിൽ വെച്ച് കഴിഞ്ഞാൽ അയാൾ നല്ലൊരു എഴുത്തുകാരനായിട്ട്. അവിടെ നിരുതം ശാസ്ത്രാകാരം. ഒരു ഐടിക്കാരനാണെങ്കിൽ അവിടെ ലാപ്ടോപ്പ് കൊണ്ട് കയറിക്കുക. ഇനി വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ശാസ്ത്രാകാരം എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആയുധം. അപ്പൊ അത് പണ്ട് രാജാക്കന്മാര് അല്ലെങ്കിൽ യോദ്ധാക്കളൊക്കെ ചെയ്തിരുന്ന കന്നിമൂലയിൽ കൊണ്ടുപോയി അവരുടെ വാളും വയ്ക്കും. ഇത് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കന്നിമൂലയിൽ ധനം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ധനം. കന്നിമൂല സ്റ്റേബിൾ ആണ് എപ്പോഴും. അവിടെ എന്ത് ചെയ്യുന്നോ സ്റ്റെബിലിറ്റി കിട്ടും.
അത് മാത്രമല്ല അവിടെ കാംനെസ്സും കൂടെ ഉള്ളത് കൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മൾ മാറ്റുന്നത്. അതാണ് പൊതുവെ വീടുകളിൽ മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് വീടുകളെ സംബന്ധിച്ചിട്ടാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് നമുക്ക് ചെറിയൊരു വർക്കിംഗ് സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കന്നിമൂല ഭാഗത്തായിട്ട് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ എന്റെ വീട്ടിലും ഞാൻ മനസ്സിലാക്കുന്ന മാസ്റ്റർ ബെഡ്. ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനമാണെങ്കിൽ അതിന്റെ ഉടമസ്ഥന് ഇരിക്കേണ്ടത് കന്നിമൂലില്ല, ഓഫീസ് അത് പക്ഷെ പൊങ്ങിയിരിക്കണമെന്നൊക്കെ. പൊങ്ങിയിരിക്കണം, പൊങ്ങി പറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ സ്റ്റിൽ നമ്മൾ അതിനെപ്പറ്റി കൺട്രോള് മനസ്സിലായി. കൺട്രോൾ ഇപ്പം അതുപോലെ വീട്ടിൽ കന്നിമൂല മുറിയിൽ ഇപ്പൊ സെർവൻസിന് വീട്ടിൽ നിൽക്കുന്ന സെർവൻസിന് ഇവരെന്ത് ചെയ്യും, മാസ്റ്റർ ബെഡ്റൂം മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂം ഉപയോഗിച്ചിട്ട് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയുള്ള ബെഡ്റൂം ഈ സെർവന്റിനെ താമസിപ്പിക്കാൻ ഇവരവിടുത്തെ കൺട്രോളായി മാറും. അതിന് സെർവന്റ് തീരുമാനിക്കും നമ്മൾ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അവിടെ ബാത്റൂം വരുന്നത് വളരെ മോശമാണ്. അല്ല, അവിടെ ബാത്റൂം വരുന്നത് നീരിളക്കം വരാൻ പാടില്ല, വെള്ളം അല്ലെങ്കിൽ കുഴി വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് വളരെ വാസ്റ്റ് ആണ്. മനസ്സിലായി. അപ്പൊ ഈ പറഞ്ഞ ഒരുപാട് വിഷനോട് കൂടി പുതിയ വെഞ്ചേഴ്സിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അടുത്തടുത്ത് നമ്മൾ ആക്ച്വലി ഒരു ഇന്റർവ്യൂയിലൂടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് പരിചയം ഉണ്ടെങ്കിലും ഈ ഒരു ഇത് എനിക്ക് ഇൻഫോ കാര്യം IBS ബ്രദർ അവിടെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ഒരേപോലെ ബിസിനസ് ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഒരു തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാരാണ് ബിസിനസ്സുകാര്. എന്റെ ഫാദർ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, PWD-യിലായിരുന്നു. അപ്പൊ ഈ ഒരു കണക്ഷൻ ആയിരിക്കാം ഒരുപക്ഷെ നമ്മളെ ഒരുപാട് ചെയ്തതും. ആക്ച്വലി ഇതൊരു ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. കാര്യം നമ്മള് പലപ്പോഴും സമയം കിട്ടാറില്ല, എനിക്ക് സമയമില്ല, താങ്കൾക്ക് സമയമില്ല, എങ്കിൽ ഇന്ന് ഇത് വന്നു. ആക്ച്വലി ഇത് വളരെ ഇത് കാണുന്നവർക്കായാലും ഒരു വാല്യൂ അഡിഷൻ ഉണ്ടെന്നുള്ളതിൽ എനിക്ക് ഡൗട്ടില്ല. അപ്പൊ എല്ലാരും കമന്റ് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ സാറ് ശാസ്ത്രമംഗലത്ത് തന്നെയാണ്, വാസ്തുവിന്റെ കൺസൾട്ടിംഗ് ആണ്. സാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചാനലിൽ താഴെ ഇടാം. അപ്പൊ സാറ് എല്ലാവിധ ഭാവങ്ങളും, കാര്യം ജാക്ക് കൺസ്ട്രക്ഷൻ എന്നുള്ള സ്ഥാപനം യുണീക്കായി ബിൽഡേഴ്സ് എന്നുള്ളതാണ് സാറിന്റെ സ്ഥാപനവും. നമ്മുടെ പല കാര്യങ്ങൾക്കും വാസ്തു ഒരു ഇതില്ലാതെ എനിക്ക് ഡൗട്ട്ഫുൾ ചോദിക്കാൻ പറ്റുന്ന ആളാണ്. ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് സാറ് നമ്മുടെ ഇതിൽ വന്നത്. നോർമലി ബിസിനസ്സുകാർക്ക് എല്ലാം ഉള്ള എന്റെ ഒരു ഇത് പറയാനുള്ളത്, ഒരേ ഇതിലുള്ള എല്ലാവരും കൊളാബറേറ്റ് ചെയ്യാൻ, നോട്ട് ട്രൈ ടു ഫൈറ്റ്. അതൊരു ഇന്നത്തെ കാലത്തുള്ള കൊളാബറേഷൻ ആണ് അല്ലേ? അത് പലർക്കും അത് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഈ കോമ്പറ്റീഷൻ എല്ലാവരും കോമ്പറ്റീഷൻ എന്നുള്ള എലിമെന്റ് മാത്രമേ എടുക്കൂ, കോമ്പറ്റീഷൻ അല്ല. നമ്മൾ കോമ്പറ്റീറ്റർ അല്ലേ? ഇപ്പൊ എന്റെ അടുത്ത് വന്ന് റേറ്റ് ചോദിക്കുന്ന ഒരാളും അവിടെയും വന്ന് ചോദിക്കും. അപ്പൊ റേറ്റ് ഒരു കൊടുക്കുന്നത് അതല്ല. ആക്ച്വലി കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ടോ മറ്റാൾക്ക് ഒരു സ്കില്ല് കുറവായിരിക്കും. കൊളാബറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് വരും. അതാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ വർക്കൗട്ട് എല്ലാം നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്നതിനകത്തും ഒരു അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രൊഫഷണലിസം എനിക്കറിയില്ല. ഇപ്പോഴും പുതിയതായിട്ട് വരുന്ന പിള്ളേര് ഇവർക്കെല്ലാം ക്വിക്കായിട്ട് വേണം. അപ്പൊ അവർക്ക് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്ന കുറെയൊക്കെ മാറി വരുമായിരിക്കും ചിലപ്പോ. പക്ഷെ ഒരു പരിധി വരെ കൊളാബറേഷൻ എന്നുള്ള സത്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതെ, നമ്മൾ എഞ്ചിനീയറിംഗ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു സ്ലാബ് വാർത്ത് മിനിമം 20-21 ദിവസം എടുത്താൽ കട്ട പിടിക്കൂല. അല്ലാതെ ഞാൻ കാശ് കൂടുതൽ തരാം, എനിക്ക് ഇന്ന് നാളെ അടുത്ത വില പണിയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതോടുകൂടി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ഇവിടെ വന്നതിൽ ജാക്ക് കൺസ്ട്രക്ഷൻ ടീമിന്റെ പേരിൽ നന്ദി പറയുന്നു. സാറിന്റെ വിലപ്പെട്ട ടൈം നമുക്ക് വേണ്ടി തന്നു. സാറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന്റെ താഴെ ഇടുന്നു, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോ താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു ജാക്ക്. Thank you.